കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വിശുദ്ധിയുടെ അടയാളങ്ങൾ, ഒന്ന് ദൈവമായിട്ടുള്ള സ്വസ്ഥത എന്നുള്ളതായിരുന്നു. രണ്ടാമത് നമ്മൾ കേട്ടത് സ്വസ്ഥതയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ അടുത്തിരുന്ന് അവൻ പറയുന്നത് കേൾക്കുക എന്നുള്ളതായിരുന്നു. മോശയെ ദൈവം അവൻ്റെ സ്വസ്ഥതയിലേക്ക് വിളിക്കുന്നുണ്ട്, വിശുദ്ധിയിലേക്ക് വിളിക്കുന്നുണ്ട്. മോശ ദൈവത്തോടു കൂടെ വളരെ നാളുകൾ, 40 ദിവസവും 40 രാത്രിയും അവൻ്റെ കൂടെ ഇരുന്നു, ദൈവത്തിൻ്റെ കൂടെ ഇരുന്നു, സ്വസ്ഥതയിലിരുന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. ലിസണിങ് ടു ഗോഡ്, അത് എപ്പോഴും ഒരു സ്വസ്ഥതയിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സ്വസ്ഥതയില്ലാത്ത മനസ്സ് എപ്പോഴും ദൈവത്തോട് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങോട്ടൊന്നും കേൾക്കാൻ അവർക്ക് പറ്റില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സ്വസ്ഥതയില്ലാത്ത മനുഷ്യരെ? അവർ നിങ്ങളൊന്നും പറയാൻ സമ്മതിക്കില്ല. അത് അസ്വസ്ഥതയുടെ ഒരു വലിയ ലക്ഷണമാണ്. നമ്മൾ ദൈവത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ദൈവത്തോട് പറഞ്ഞ് തീരുന്നില്ല, ഇങ്ങോട്ടൊന്നോ എന്താ പറയുന്നത് നമുക്ക് അറിയത്തുമില്ല. അങ്ങനെയുള്ളൊരു അസ്വസ്ഥതയിലാണ് പലപ്പോഴും ദൈവത്തെ നമ്മൾ വിളിക്കുന്നത്. എന്നാൽ മോശ ദൈവത്തിൻ്റെ വെളിപ്പാടിനെ പ്രാപിക്കുന്ന ഒരു സ്വസ്ഥതയിൽ ഇരുന്നുകൊണ്ടാണ്. ഇവിടെ താഴ്ന്ന ലോകത്തിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും മോശ അറിയുന്നില്ല. മോശയ്ക്ക് അത് അറിയേണ്ട കാര്യമില്ല. മോശ ദൈവത്തോടു കൂടി ഇരിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് മാത്രമാണ് അവൻ അറിയുന്നത്. ഈ റെസ്റ്റിനെ ബാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ 2 മാർക്കർ കൂടെ ഹോളിനെസ്സിൻ്റെ 2 മാർക്കർ കൂടെ എങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ട് ഇത് തീർക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതിനുള്ള ടൈം ദൈവം നൽകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും ആ റെസ്റ്റിനെ ബാധിക്കുന്ന ഒരു വിഷയം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉപജീവന ചിന്തകളെക്കുറിച്ച് നമ്മൾ പറയുമ്പം ചിലപ്പോൾ ചില ആളുകൾക്ക് ഉപജീവന ചിന്തകളുടെ ഒരു ആവശ്യം ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾ എന്നെ നോക്കുമ്പോൾ ഞാൻ പല നാടുകളിൽ പോകുന്നു, സുവിശേഷം പറയുന്നു, അല്ലെങ്കിൽ പ്രസംഗിക്കുന്നു. പ്രത്യേകിച്ചൊരു ബിസിനസ്സോ ജോലിയോ ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല. സോ നാച്ചുറലി നിങ്ങൾക്ക് ചിന്തിക്കാം, എനിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കാം. എന്നാൽ വളരെ കഠിനമായി അധ്വാനിച്ച് ഒരു നേരത്തെ ആഹാരത്തിന് എങ്ങനെ അത് നേടാമെന്ന് വിചാരിക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ ഇടയിലും ഉണ്ടാകാം. അവരൊക്കെ എങ്ങനെ സ്വസ്ഥത അനുഭവിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത് പലരുടെയും നിലവാരം പല തലത്തിലായതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മൾ പെട്ടെന്ന് എത്തുന്ന ഒരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെന്തെങ്കിലും പറഞ്ഞൊന്ന് ആശ്വസിപ്പിക്കാം. ദൈവം നിങ്ങളെ നടത്തും ബ്രദറെ, നാളെ ഒരു അത്ഭുതം നിനക്ക് വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവനൊരു ആശ്വാസം കിട്ടുമെന്ന്. അങ്ങനെയല്ല ആശ്വാസം ലഭിക്കുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെയാണ് ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നത്? നാളെ സംഗതി ശരിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ടല്ല, ഇന്ന് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിന് മാത്രമേ നമ്മളെ ശരിക്കും ആശ്വസിപ്പിക്കാൻ കഴിയുള്ളൂ. അവിടെയാണ് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം മുതൽ, ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 4 മുതൽ 6 വരെ ഒന്ന് വായിക്കാം. 4, 5, 6 വാക്യങ്ങൾ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. വിശുദ്ധിയുടെ ഒരു ഫലമാണ് സൗമ്യത. അതായത് യേശുവിൻ്റെ ക്യാരക്ടർ നമ്മളിൽ വരുന്നതിൻ്റെ ഒരു പ്രത്യേക അടയാളമാണ്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്. കർത്താവ് പറഞ്ഞു, കർത്താവിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ഭാഗമാണ് സൗമ്യത. നമ്മൾ അജിറ്റേറ്റഡ് ആയിരിക്കുമ്പോൾ, റെസ്റ്റിലല്ലാതിരിക്കുമ്പോൾ, ഉള്ളിൽ നിന്ന് ആനന്ദിക്കാത്തപ്പോൾ നമുക്ക് സൗമ്യരായിരിക്കാൻ പറ്റില്ല. എന്നാൽ നമ്മൾ ശരിക്കും ഉള്ളിൽ നിന്ന് ആനന്ദിക്കുമ്പോഴാണ് നമ്മൾ എല്ലാവരുടെയും മുമ്പിൽ നമ്മുടെ സൗമ്യമായി ഇടപെടാൻ നമുക്ക് കഴിയുന്നത്. അതിന് വി നീഡ് എ റെസ്റ്റ്. അടുത്ത വാക്യം. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അന്ന് തൊട്ട് പറയുന്നല്ലേ കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു എന്ന്? അല്ല, അടുത്തിരിക്കുവാണോ? എല്ലാ മോമെന്റിലും നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടേ, അടുത്തിരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ആ വിശ്വാസത്തെ പിടിച്ചുകൊള്ളേണ്ടത്. അടുത്ത വാക്യം. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും ഒന്നിനെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഇതിവിടെ പ്രാർത്ഥിക്കുക അല്ല അവിടെ ചെയ്യുന്നത്. നോക്കണം, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ട. ദൈവത്തിന് അറിയത്തില്ലേ? അറിയാം. എന്തിനായി അറിയിക്കുന്നത്? പിന്നെ എത്ര നേരം അറിയിക്കണം, എത്ര പ്രാവശ്യം അറിയിക്കണം, എന്തെല്ലാം വിഷയങ്ങൾ അറിയിക്കണം? നിങ്ങൾ ലോകത്തിലുള്ള എന്തു വിഷയത്തിന് വേണ്ടി നിങ്ങൾക്ക് അപേക്ഷിക്കാം, അല്ലേ? ചിലപ്പോൾ ഞാൻ ഈ പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പ്രാർത്ഥിക്കുന്ന പാപമാണോ, അത് അങ്ങനെയല്ല. എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ വറീഡായിരിക്കുന്നത്, നിങ്ങൾ അസ്വസ്ഥരായിരിക്കുന്നത്, അതെന്തായാലും അസ്വസ്ഥത നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കും. അതാണ് എബ്രായ ലേഖനം 4 പറയുന്നത്, നിങ്ങൾ അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഉത്സാഹിക്കുക. അപ്പോൾ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല, അസ്വസ്ഥരായി കഴിഞ്ഞാൽ നമ്മൾ അനുസരണക്കേടിൻ്റെ ദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ പറയുന്നത്, വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. അടുത്ത വാക്യം. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്തായാലും, ഞാൻ കർത്താവിനെ ഇത് അറിയിക്കാൻ എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പിതാവ് ഇത് അറിയുന്നുണ്ട് എന്നുള്ള ബോധ്യം എനിക്ക് വരാൻ വേണ്ടിയാണ്. അത് എത്ര നേരം അറിയിക്കണം, എത്ര പ്രാവശ്യം അറിയിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ്റെ ദൈവസമാധാനം നമ്മുടെ ആങ്സൈറ്റി എടുത്ത് കളയുന്നത് വരെ.
അവൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നിട്ട് എൻ്റെ ഉത്കണ്ഠ, ആ ടെൻഷൻ, ആകുല ചിന്ത എപ്പോൾ പോകുന്നോ അത്രയും നേരം അതുവരെ നമ്മൾ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് അതിനർത്ഥം. കർത്താവെ, നീ അറിയാതൊന്നും സംഭവിക്കുന്നില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ, എനിക്ക് ഈ ഭാരം എടുക്കാൻ കഴിയുന്നില്ല, എങ്കിലും നിൻ്റെ ഇഷ്ടം എന്നെ വിശദീകരിക്കുകയുള്ളൂ എന്ന് ഞാൻ അറിയുന്നു, നീ എൻ്റെ കൂടെ ഉള്ളതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥിക്കാം, ചോദിക്കാം, സ്തോത്രം പറയാം. നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് അവൻ്റെ സമാധാനം നമ്മളുടെ അസ്വസ്ഥത എടുത്തു കളയുക എന്നുള്ളതാണ്. ആകുല ചിന്ത കൊണ്ടുള്ള പ്രോബ്ലം എന്താണ്? റെസ്റ്റ് ഇല്ലാതെ വന്നാൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലെ ഇന്ന് പാസ്റ്റർ വായിച്ച ഒരു വാക്യം നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. അതിനകത്തൊരു പ്രധാന ക്ലൂ ഉണ്ട്. എന്തുകൊണ്ടാണ് റെസ്റ്റ് ഇല്ലാതെ വരരുത് എന്ന് ദൈവം കർത്താവ് പിന്നെയും പറയാനുള്ള കാരണം. 6-ാം അധ്യായത്തിൽ പറയുന്നത് അതിൻ്റെ 24-ാം വാക്യം, 6:24. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കാൻ കഴിയും. ഞാൻ ചെറുപ്പത്തിൽ വിചാരിച്ചിരുന്നത് അത് അങ്ങനെയല്ലല്ലോ എഴുതേണ്ടത്, ദൈവത്തെയും പിശാചിനെയും ഒരുപോലെ സേവിക്കാൻ കഴിയില്ലെന്നല്ലേ എഴുതേണ്ടത്. ഇതെന്താ ഈ ദൈവത്തെയും മാമോനെന്ന് എഴുതിയിരിക്കുന്നത്? ഞാൻ അങ്ങനെ ആദ്യം ചിന്തിക്കുമായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഈ ദൈവത്തെയും പിശാച് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഇല്ല ഈ ലോകത്ത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിശാച് വന്ന് ആരോടും പറയുന്നില്ല നിനക്ക് ദൈവം വേണോ ഞാൻ വേണോ, ചോദിക്കുന്നുണ്ടോ? ചോദിക്കില്ല. എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാചിനറിയാം ദൈവവും പിശാചും കൂടെ വന്ന് ഈ ലോകത്ത് നിന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഞങ്ങളിൽ ആരെ വേണം നിനക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ ശ്വാസമുള്ള സകലരും ദൈവത്തെ മതിയെന്നേ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഡെമൺ വർഷിപ്പേഴ്സ്, സാത്താൻ വർഷിപ്പേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യുന്നു? അവരും ഈ സാത്താൻ്റെ ഒറിജിനൽ ഫോം കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഗമ കാണിച്ച് നടക്കുന്നത്. അവരിതിന് എന്താണെന്ന് ശരിക്കും വെളിപ്പെട്ടാൽ ജീവനും കൊണ്ട് രക്ഷപ്പെടുകയുള്ളൂ. മണ്ടത്തരങ്ങൾ കൊണ്ടാണ്. അപ്പോൾ സാത്താൻ അറിയാം ഈ ഷേപ്പിൽ ഞാൻ ചെന്നാൽ ഒരു കുഞ്ഞു പോലും എൻ്റെ കൂടെ വരില്ലെന്ന് സാത്താൻ അറിയാം. അതുകൊണ്ട് അവനങ്ങ് മാറി നിന്നിട്ട് അവൻ്റെ എല്ലാവർക്കും അക്സെപ്റ്റബിളായ സുന്ദരനായ ഒരു പ്രോക്സിയെ മുമ്പിൽ നിർത്തിയിട്ടാണ് അവൻ യുദ്ധം ചെയ്യുന്നത്. ആ പ്രോക്സിയുടെ പേരാണ് മാമോൻ. ഇപ്പോൾ പുതിയ ചോദ്യം ഇതാണ്, ദൈവത്തെ വേണോ പണത്തെ വേണോ? ഈ ചോദ്യത്തിന് മുമ്പിൽ വിശ്വാസികൾ വരെ പറയുന്നത് ദൈവം വേണം, പക്ഷെ പണമില്ലാതെ എങ്ങനെയാണ് ബ്രദറെ? അവിടെ ഒരു വെഡ്ജ് ഉണ്ടാക്കാൻ സാത്താന് പറ്റുന്നത് ഈ പണം എന്ന യജമാനനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ്. അവിടെ അത് എന്തുകൊണ്ടാണ് അതിൻ്റെ വാണിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആകുല ചിന്തയെ ഉണ്ടായാലുള്ള പ്രോബ്ലം 2 യജമാനന്മാരെ സേവിക്കാൻ തുടങ്ങും. അടുത്ത വാക്യം നോക്കി, ജസ്റ്റ് അടുത്ത വാക്യം തുടങ്ങുന്ന എങ്ങനെയാന്ന് നോക്കി. അതുകൊണ്ട് അത് വിടരുത്. ഏതുകൊണ്ട്? 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല. നിങ്ങൾ ആകുല ചിന്തയിലായപ്പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? 2 യജമാനന്മാരെ സേവിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, ആകുല ചിന്ത വേണ്ട. ചിന്ത വന്നാൽ എന്ത് ചെയ്യും? നമ്മൾ ദൈവത്തെ വിളിക്കുന്നതിൻ്റെ കൂടെ ഇടയ്ക്ക് പൈസയും കൂടെ വിളിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ സ്വസ്ഥത നഷ്ടപ്പെട്ടാൽ എന്താ കുഴപ്പം? നമ്മൾ ഭൂമിയിലെ സൊല്യൂഷൻസ് അന്വേഷിച്ച് പോകാൻ തുടങ്ങും. അതാണ് അവിടുത്തെ വാണിങ്. അവിടെ പറഞ്ഞിരിക്കുന്നത് താഴോട്ട് വരുമ്പോൾ എന്ത് തിന്നും എന്ത് കുടിക്കും നിങ്ങളുടെ ജീവനായിക്കൊണ്ട് എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ട് വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലേ. ഇനി 31-ാമത്തെ വാക്യം വെച്ചു. ആകയാൽ നാം എന്തു തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. എന്തുകൊണ്ട് വിചാരപ്പെടരുത്? അടുത്ത വാക്യം. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. നമുക്ക് പിന്നെ ആഹാരം കഴിക്കാൻ അന്വേഷിക്കണ്ടേ? വേണ്ടേ? ജാതികൾ മാത്രമാണ് അന്വേഷിക്കുന്നത്. അടുത്ത വാക്യം നോക്കി. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. അപ്പം ദൈവത്തിന് ഇത് അറിയാമെന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആങ്സൈറ്റി എടുക്കരുത്. സ്വർഗസ്ഥനായ ആരാ? പിതാവ്. ഒരപ്പൻ കൈ പിടിച്ചിരിക്കുന്ന കൊച്ച് അവൻ പറയും എനിക്ക് ഒരു ബലഹീനതയുണ്ട് പാസ്റ്ററെ, എന്തോ എൻ്റെ അപ്പനെ എനിക്ക് വിശ്വാസമില്ല എന്ന് പറയുന്ന ആലോചിച്ച്. നമ്മൾ വിചാരിക്കുന്ന അവിശ്വാസം എന്ന് പറയുന്നൊരു ബലഹീനതയാണ്. അതാണ് ഏറ്റവും വലിയ പാപം. അപ്പൻ കൈക്ക് പിടിച്ചിരിക്കുന്ന കൊച്ചിന് അപ്പനിൽ വിശ്വാസമില്ലാതെ വരുന്ന അവസ്ഥയാണ് ഈ ആങ്സൈറ്റി ഉണ്ടാക്കുന്നത്. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? ഇവിടെ നോക്കിക്കേ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. അടുത്ത വാക്യം. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ ഫാദർ ഭയങ്കര ഞങ്ങൾ പഠിക്കണം ആ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും അതിൽ. ഞാൻ എൻ്റെ എക്സാമ്പിൾസ് ഓക്കെ എനിവേ. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഈ 5ാം ക്ലാസ് കഴിഞ്ഞ് 6ാം ക്ലാസ്സിലോട്ടൊക്കെ കയറുന്ന സമയത്ത് ചെറുപ്പത്തിൽ ഞങ്ങൾ ഹൈ റേഞ്ചിൽ ഞങ്ങൾ താമസിക്കുന്നത് ഇടുക്കിയിൽ രാജാക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ഞങ്ങൾക്ക് അവധിക്കാലത്ത് ഇഞ്ചി കൃഷി ഉണ്ടായിരുന്നു അന്ന്. ഇന്നിപ്പോൾ ഇഞ്ചിക്കൊക്കെയുള്ള ഡിമാൻഡൊക്കെ പോയി. അന്ന് ഇഞ്ചി കൃഷിയായിരുന്നു മെയിൻ പരിപാടി. അപ്പോൾ ഈ ചെറിയ തടം എടുത്തിട്ട് ഒരു കുഞ്ഞു തൂമ്പയുണ്ട്, കൈത്തൂമ്പ, അതുകൊണ്ട് ഇങ്ങനെ കുഴികൾ കുഴിച്ച് ചെയ്തിട്ടുണ്ടോ ഇഞ്ചി കൃഷി?
അതിനകത്ത് കുഞ്ഞൊരു ഇഞ്ചി വിത്ത് വെച്ച് അതിന് മുകളിൽ എല്ല് പൊടിയിട്ട് അതിന് മുകളിൽ ചാണകം ഉണങ്ങിയിട്ട് പിന്നെ മണ്ണിട്ട് മൂടുക. സിമ്പിളാണ്. അപ്പോൾ പിള്ളേർക്കെല്ലാം സഹായിക്കാം. ഇത്തിരി എല്ലുപൊടി ഇടാൻ കൂടിയാൽ മതി, അല്ലെങ്കിൽ ഒരു ഇഞ്ചി വിത്ത് വയ്ക്കാൻ കൂടിയാൽ മതി. അപ്പോൾ ഞങ്ങൾ ഈ സഞ്ചിയുമായിട്ട് എല്ലുപൊടിയായിട്ട് ഇങ്ങനെ വിതറും. അപ്പോൾ അപ്പം കുറച്ച് നേരം കഴിയുമ്പോൾ പറയും, ഇങ്ങനെയാണോ ചെയ്യുന്നത്, വീട്ടിൽ പോടാന്ന് പറയും. ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ പുള്ളിക്ക് ഇഷ്ടമില്ല. ഇപ്പം മനസ്സിലായി ഞാൻ എങ്ങനെ ഈ തടിയനായി മാറിയതെന്ന്. ഒരു പണിയും അപ്പം ചെയ്യിപ്പിക്കത്തില്ലായിരുന്നു. അപ്പം ഞാൻ പറയും, എന്താ കുഴപ്പം എന്ന് ചോദിക്കും. പറയും, നീ വീട്ടിൽ പോയിരുന്ന് പഠിച്ചാൽ മതി എന്ന് പറയും. പോയിരുന്ന് പഠിക്കാൻ പറയും. ഏത് മാസമാണെന്നറിയോ? മെയ് മാസമാണ്. 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലോട്ട് ജയിച്ചിട്ടുള്ളൂ. ജൂണിലെ സ്കൂൾ തുറക്കുള്ളൂ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5ാം ക്ലാസ് പാസ്സാകുമ്പോഴേ 6ാം ക്ലാസ്സിൻ്റെ പുസ്തകം അവിടെ റെഡിയാണ്. അത് വായിച്ചോളനായി പറയുന്നത്. ഞാൻ അന്നേരം എൻ്റെ അപ്പനോട് പറയുക, അപ്പം ഞാൻ ഈ ഇഞ്ചി കൃഷി ചെയ്തില്ലെങ്കിൽ ഞാൻ ആ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെ നമ്മുടെ വീട്ടിൽ ആഹാരം കഴിക്കും, എങ്ങനെ യൂണിഫോം വാങ്ങിക്കും? അപ്പൻ എന്ത് പറയും? നീ അധ്വാനിച്ച് ഈ എല്ലുപൊടി ഇട്ടിട്ടാണോ നീ ഇതെല്ലാം ഉണ്ടാക്കുന്നത്? മര്യാദയ്ക്ക് കയറിപ്പോടാന്ന് പറയത്തില്ലേ? അതേസമയത്ത് അപ്പൻ ഇല്ലെങ്കിലോ, ഞാൻ അവിടെയും പണിയേണ്ടി വരും, മറ്റു സ്ഥലങ്ങളിൽ പണിയേണ്ടി വരും, എനിക്ക് പഠിക്കാൻ പോകുന്ന കാര്യം ആലോചിക്കാൻ പോലും പറ്റില്ല. പക്ഷേ അപ്പനില്ലാത്തവരെ പോലെ നമ്മൾ പെരുമാറരുത്. കാരണം നമ്മുടെ അപ്പൻ നമ്മളോട് പറയുക, നിനക്കൊരു പണി ഏൽപ്പിച്ചിട്ടുണ്ട്, നീ എപ്പോഴും ദൈവത്തിൻ്റെ രാജ്യത്വവും അവൻ്റെ നീതിയും മനുഷ്യനാൽ എടുത്താൽ പൊങ്ങാത്ത ആ നീതിയും അന്വേഷിച്ചോ. അങ്ങനെ നിന്നെ ഏൽപ്പിച്ചേക്കുന്ന പണി നീ ചെയ്യുമ്പോൾ നീ എന്ത് ചെയ്യരുത്? ഉപജീവന ചിന്തകളാൽ കലങ്ങരുത്. ഉപജീവന ചിന്തകളുടെ കാര്യം നീ വിട്ടേരെ, എനിക്ക് വിട്ടേരെ. അപ്പനെന്ന് നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അപ്പനുള്ളവരെ പോലെ ജീവിക്കുക, സ്വസ്ഥരാകുക, വിട്ടുകള. അതാണ് ആ വിട്ടുകളയൽ. ദൈവത്തിന് അങ്ങ് വിട്ടുകൊടുക്കുക. എന്തെങ്കിലും ആവട്ടെ, മരിച്ചാ സ്വർഗത്തിൽ പോവും, പിന്നെന്താ കുഴപ്പം? അതിൽ കൂടുതലൊന്നും എന്തായാലും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ദേഹത്തെ കൊല്ലാൻ കഴിയുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട, മരിച്ചു പോകുമോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഭയം വേണ്ട. കാരണം ദേഹിയെ ഉൾപ്പെടെ നിത്യദണ്ഡനത്തിൽ ഏൽപ്പിക്കാൻ കഴിയുന്നവനെ മാത്രം ഭയപ്പെട്ടാൽ മതി എന്ന് പറയാൻ കാരണം, അങ്ങേ അറ്റം മരിച്ചു പോയാലും നമുക്ക് വാഗ്ദത്തങ്ങളെല്ലാം പിന്നെയും ശേഷിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഒരു വാഗ്ദത്വവും നമുക്ക് എടുക്കാനില്ല. പലരും പല വാഗ്ദത്തങ്ങളും പറയും, പക്ഷെ വാഗ്ദത്തങ്ങൾ മുഴുവൻ അവിടെ ആയതുകൊണ്ട് മരിച്ചാലും നമുക്ക് ഇഷ്ടപ്പെട്ട് എന്തായാലും അവിടെ നമുക്കത് നിർത്താം. വിശുദ്ധിയുടെ 2 അടയാളങ്ങൾ കൂടെ നമുക്ക് കാണാൻ തീരുന്നതിന് മുമ്പ്, ഇത് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ഓരോ പരീക്ഷണങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, സന്തോഷങ്ങളിലൂടെ കയറി ഇറങ്ങുമ്പോൾ കർത്താവ് നമ്മുടെ ആ പുറം മനുഷ്യനെ തകർത്ത് യേശുവിനെ അനുഗമിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് ഹൃദയം അകത്തുണ്ടാക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്, നാളെ തൊട്ട് ഞാൻ വിശുദ്ധ ജീവിതം നയിക്കാൻ പോകും. അങ്ങനെയല്ല. ഒരു ക്രൈ ആണ് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്നത്. എൻ്റെ കർത്താവേ, അങ്ങ് എന്നെ സഹായിക്കാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്തുമാത്രം തകരണമെന്നും എവിടെ തകരണമെന്നും ഏതെല്ലാം സ്ക്രച്ചസ് മാറ്റണമെന്നും എല്ലാം തീരുമാനിക്കാനുള്ള വിവേകം എനിക്കില്ല. എനിക്ക് എന്ത് വേണ്ട അതെല്ലാം നിനക്കറിയാം. നിൻ്റെ ബുദ്ധിക്ക് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നു. കർത്താവെ, എന്നെ നീ വിശുദ്ധീകരിക്കണമേ. അതാ പ്രാർത്ഥന. There is a continuous onward, ongoing groaning inside every one of us ഉണ്ടാകണം. എന്തിനു വേണ്ടിയാണെന്നറിയോ? അവൻ്റെ വിശുദ്ധി നാം പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ്. അവിടെയാണ് നമ്മൾ വിശുദ്ധീകരണത്തിൻ്റെ ഓട്ടം ഈസ് നോട്ട് ഡിപ്പെൻഡൻ്റ് ഓൺ യുവർ എബിലിറ്റി ഓർ ഡിസിഷൻ, ഇറ്റ്സ് ഡിപ്പെൻഡൻ്റ് ഓൺ യുവർ ഡൈയിങ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടുകൂടെ നമ്മൾ മരിക്കുക എന്ന മരണത്തിലാണ് നമ്മുടെ വിശുദ്ധീകരണം ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 10. അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. 9-ാം വാക്യം കൂടെ വായിക്കാം. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത് പറഞ്ഞേക്കുന്നത്. ഈ നിങ്ങൾ ചെറുപ്പത്തിലെ 2 തരം സാർമാർ, ടീച്ചേഴ്സ് നമുക്കുണ്ടായിരുന്നിരിക്കാം. ചിലർ ശക്തമായി ഡിസിപ്ലിൻ ചെയ്യുന്നവരും വേറെ ചിലർ തോളത്ത് കയറ്റി നടക്കുന്നവരും. 2 തരം ടീച്ചേഴ്സ് എപ്പോഴും ഉണ്ട്, അല്ലേ? ഉണ്ടോ? ചില പേരൻസും വളരെ സോഫ്റ്റ് ആയിരിക്കും, ചിലർ ഭയങ്കര ഹാർഡായിരിക്കും. പക്ഷെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം എന്താണെന്നറിയോ? ഈ ചെറുപ്പത്തിലെ നല്ല തല്ല് കൊടുക്കുന്ന ടീച്ചേഴ്സിനെയൊക്കെ ഒരു 25 വർഷം 50 വർഷം കഴിഞ്ഞ് കണ്ടാലും നമുക്ക് ഭയങ്കര ബഹുമാനമാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടത്? ഈ തോളത്ത് കയറ്റി നടക്കുന്നവരോട് അന്ന് ഭയങ്കര സ്നേഹമായിരിക്കുമെങ്കിലും പിന്നെ കാണുമ്പോൾ അത്ര ഒരു ബഹുമാനം തോന്നില്ല. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അയാൾ നമ്മളിൽ ഒരാളെ പോലെ. എന്നാൽ ഇയാൾ അങ്ങനെയല്ല. ഇയാൾ എല്ലാറ്റിലും ദൂരെ നിന്ന് ഭയങ്കരമായിട്ട് ശിക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്ന ആളൊന്ന് ചിരിക്കുമ്പം ഒന്ന് തോളത്ത് തട്ടുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതവും സന്തോഷമൊക്കെയാണ്, അല്ലേ? അങ്ങനെയല്ലേ? ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പിതാക്കന്മാർ, നമ്മളെ തല്ലുന്ന പിതാക്കന്മാരുടെ മക്കൾക്ക് ബഹുമാനം, തല്ലാത്ത പിതാക്കന്മാരുടെ ദൈവത്തിന് അവർക്ക് സ്നേഹമൊക്കെ ഉണ്ട്.
പക്ഷേ ആ ബഹുമാനം ഉണ്ടാകണമെങ്കിൽ ഇടയ്ക്ക് ഓരോ മുട്ട് കിട്ടണം. അതാണ് മനുഷ്യൻ്റെ സ്വഭാവം. ഇവിടെ പറയുന്നത് നിങ്ങളുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നിങ്ങളെ തല്ലുമ്പോൾ നിങ്ങൾ അവരെ കൂടുതൽ വണങ്ങിപ്പോന്നു. എന്നാൽ ആത്മാക്കളുടെ ഉടയവനായ ദൈവത്തിൻ്റെ ശിക്ഷണത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ പിറുപിറുക്കുകയോ പരാതി പറയുകയോ ചെയ്യാതെ അവന് വണങ്ങേണ്ടതല്ലയോ എന്നാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഈ ചോദ്യം അടുത്ത വാക്യം നോക്കിയേ, ഒന്നുകൂടെ 10-ാം വാക്യം. അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ എന്നെ തല്ലുന്നത്, എൻ്റെ അപ്പൻ എന്നെ ആകെ ഒരു പ്രാവശ്യം തല്ലിയിട്ടുള്ളൂ, ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം തല്ലിയിട്ടുള്ളൂ. പക്ഷേ ഈ നാക്കുകൊണ്ടുള്ള തല്ല് ജീവിതകാലം മുഴുവൻ ഉണ്ടായിരുന്നു. കൈ കൊണ്ടുള്ള തല്ല്, അതായത് അത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപക്ഷെ ചിരിക്കുമായിരിക്കും. എനിക്ക് ഏറ്റവും ജീവിതത്തിലെ കഠിനമേറിയ പരീക്ഷണം എന്ന് പറയുന്നത് രാവിലെ ചായ കുടിക്കുന്നതായിരുന്നു. ഒരു ദിവസം രാവിലെ 9 മണിയായി സ്കൂളിൽ പോകാൻ ഇറങ്ങാൻ നേരത്ത് ചായ രാവിലെ കൊടുത്ത് തണുത്ത് അവിടെ ഇരിക്കുന്നു. ഒരു വടിയെടുത്ത്, അന്നാണ് ആ ശിക്ഷണം അദ്ദേഹത്തിന് ബോധിച്ച പോലെയായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? നമ്മളെല്ലാം പിള്ളേരെ ശിക്ഷിക്കുമ്പോൾ അത് നമുക്ക് ബോധിച്ച പോലെ അല്ലേ? നമ്മൾ എന്തിനാ പിള്ളേരെ തല്ലുന്നത്? നമുക്ക് ദേഷ്യം വന്നിട്ടാ, നമുക്ക് ബോധിച്ച പോലെ. നമ്മുടെ ദേഷ്യം തീരുന്നവരും ചിലപ്പോൾ അടിക്കും. ചില സഹോദരിമാർ അങ്ങനെയാണ്, അവർ അടിച്ചാൽ തീരെയല്ല, അടിച്ചുകൊണ്ടിരിക്കും. പിള്ളേർക്ക് അടിയോടുള്ള ബഹുമാനവും പോകും അല്ലേ? ആദ്യമൊക്കെ ഒരടി കൊണ്ട് നന്നാവുന്ന കൊച്ച് പിന്നെ 5 അടി അടിച്ചാലും മൈൻഡ് ചെയ്യില്ല. പിന്നെ പ്രായമാകുമ്പോൾ അവൻ ഒട്ടും മൈൻഡ് ചെയ്യാതാവും. പിന്നെ പോലീസുകാരടിക്കേണ്ടി വരും. അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവും. അതായത് ഈ കഠിന ഹൃദയമുള്ള ആൾക്കാരെ ഉണ്ടാക്കാനും ഈ ആവശ്യമില്ലാത്ത അടികൾക്ക് സാധിക്കുമെന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പം പിതാക്കന്മാർ നമ്മളെ ശിക്ഷിച്ചത് കുറേ കാലവും അവർക്ക് ബോധിച്ച പോലെയാണ്. അപ്പോൾ എൻ്റെ അപ്പനൊരാഗ്രഹമായിരുന്നു, ഞാൻ ഡോക്ടറാകണം. അപ്പോൾ അതിന് പഠിക്കണം. അതിനുവേണ്ടിയാണ് വഴക്ക്. ഈ വടി കൊണ്ട് അടിച്ചില്ലെങ്കിലും വാ കൊണ്ടുള്ള അടി അതിനു വേണ്ടിയായിരുന്നു. എന്നാൽ ദൈവം എന്തിനാണ് ശിക്ഷിക്കുന്നത്? നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ്. ക്രിസ്തു എങ്ങനെ ഈ ലോകത്ത് ജീവിച്ചോ അവൻ അവനെ തന്നെ, നമ്മൾ അവനിലുണ്ടായിരുന്നു, അവൻ അവനെ വിശുദ്ധീകരിക്കുമ്പോൾ അവൻ എന്ത് വിശുദ്ധി പൂർത്തിയാക്കിയോ, എന്ത് ക്യാരക്ടറിലൂടെ അവൻ പിതാവിനെ പ്രസാദിപ്പിച്ചോ, അതേ വിശുദ്ധീകരണം ഞാൻ പ്രാപിക്കാൻ വേണ്ടിയാണ് ദൈവം എന്നെ ശിക്ഷണത്തിലൂടെ നടത്തുന്നത്. ആ ശിക്ഷണത്തിന് ഞാൻ സബ്മിറ്റഡ് ആയില്ലെങ്കിൽ എനിക്ക് ആ വിശുദ്ധിയുടെ പങ്കാളിത്തം ലഭിക്കുവാൻ സാധിക്കുകയില്ല. ഈ വാക്യം നമുക്ക് ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. ഒരു മിനിറ്റ്. അവിടെ തന്നെ ഉണ്ടല്ലോ. For they verily for a few days chastened us after their own pleasure. കണ്ടോ ആ വാക്ക് നോക്കി, വളരെ അവരുടെ രസത്തിനടിച്ചെന്ന എന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നിയ പോലെ, അവർക്കൊരു സമാധാനം ഉണ്ടാകാൻ വേണ്ടി അടിച്ചു. പിള്ളേർ ഇതെല്ലാം കേൾക്കുന്നുണ്ട്, പ്രശ്നം. ബട്ട് ഹി ദ ലോർഡ്, ദൈവം എന്ത് ചെയ്യുന്നറിയോ? ഫോർ അവർ പ്രോഫിറ്റ്, അവൻ്റെ പ്ലഷറിന് വേണ്ടി അല്ല അടിക്കുന്നത്. നിങ്ങൾ വിചാരിക്കരുത് ദൈവം നമ്മളെ ശിക്ഷിക്കുമ്പോൾ അവൻ എന്താ നമുക്ക് കർത്താവിനെ കയ്യിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ പേടിയാണ്. കാരണം എന്താണെന്നറിയോ? ദൈവം എന്തെങ്കിലും അടിച്ച് ശരിയാക്കി ഒടിച്ചു കളയും. അവന് ദൈവത്തിന് അതിനകത്തൊരു പ്ലഷർ ഉണ്ടെന്ന് ആരൊക്കെയോ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയല്ല. ദൈവത്തിന് നമ്മളെ ശിക്ഷിക്കുന്നതിൽ യാതൊരു പ്ലഷറും ഇല്ല. നമ്മുടെ അപ്പനമ്മമാർക്ക് ഇത്തിരി പ്ലഷർ ഉണ്ട് അടിക്കുമ്പോൾ. അപ്പനമ്മമാർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടല്ലോ, ഒരു അടി കൊടുക്കുമ്പോൾ അതിൻ്റെ രസം ഉണ്ടാവും. അതാണ് അതിൻ്റെ, അങ്ങനെ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അവനോ ബട്ട് ഹീ ഫോർ അവർ പ്രോഫിറ്റ്. അപ്പം ദൈവം ഒരു കുഞ്ഞു ശിക്ഷ നമുക്ക് തരുമ്പോൾ പോലും നമ്മുടെ പ്രോഫിറ്റാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം ദൈവം എടുത്തു മാറ്റുമ്പം നമ്മുടെ പ്രോഫിറ്റാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ ലൈഫിലൊരു ശിക്ഷണം ദൈവം ഞങ്ങൾക്ക് തന്ന് ഞാൻ പറയാം. ഞങ്ങളുടെ മകൻ 1.5 വയസ്സുള്ളപ്പോൾ, 1.25 വയസ്സ് കഴിഞ്ഞ സമയത്ത് അവനൊത്തിരി ഗുരുതരമായ രോഗം വന്നു. ഇപ്പോൾ രോഗം വന്നു കഴിഞ്ഞപ്പം ഡെങ്കിപ്പനിയായിരുന്നു. അതിൻ്റെ കൂടെ എന്തൊക്കെയോ ഇൻഫെക്ഷൻസ് ഉണ്ടായിരുന്നു. അവൻ്റെ ശരീരമെല്ലാം വീർത്ത് ആകെ ഒത്തിരി സീരിയസ് ആയിപ്പോയായിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന വഴിക്ക് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, ഒത്തിരി മിഷണറിമാരെ ഇങ്ങനെ പല സ്ഥലത്ത് വന്ന് അവർക്കെല്ലാം ഇങ്ങനെ മരണം, ഭാര്യയുടെ മരണം, മക്കളുടെ മരണം ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള ചാസനിങ്ങിലൂടെ അവർ പോയിട്ടുണ്ട്. പക്ഷേ കർത്താവെ, എനിക്ക് താങ്ങാനാകാത്ത ഒരു പരീക്ഷണം നീ എനിക്ക് തരുവാണോ എന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, ഞാൻ ചോദിച്ചാൽ നിനക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ എന്നാ കർത്താവിൻ്റെ ആത്മാവിനോട് തിരിച്ചു ചോദിക്കുന്നത്. ആകെ വിഷമിച്ചു. എൻ്റെ ഉള്ളിൽ തോന്നുക, ദൈവമേ, എന്നെ ഈ ക്രോസിലൂടെ വിടും, ഭയമാ. കുറേ കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നീ എന്ത് പിടിച്ചാലും നീ വിട്ടു തന്നില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവസാനം 2 ദിവസമായി 3 ദിവസമായി ഡോക്ടറിന് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അവസാനം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ എന്ന് പറഞ്ഞ് ആ സെക്കൻഡിൽ അവന് സൗഖ്യമാകാൻ തുടങ്ങി. ആ ഒരു ചാസനിങ്, അതായത് ദൈവത്തിൻ്റെ ആ കയ്യിലാണ് ഞാൻ ഇരിക്കുന്നത്. അവൻ എന്നെ ചുമ്മാ ഉപദ്രവിക്കുന്നവനല്ല, അവനിലുള്ള എൻ്റെ ട്രസ്റ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി, ക്രിസ്തുവിൻ്റെ വിശുദ്ധിയുടെ പാർട്ടേക്കേഴ്സായി മാറാൻ വേണ്ടി, പങ്കാളികളായി മാറാൻ വേണ്ടി അവൻ നമ്മുടെ വഴികൾ ചിലതടയ്ക്കുകയും ചിലത് തുറക്കുകയും. അത് ഓരോരുത്തർക്കും വ്യത്യാസമാണ്. കാരണം നമ്മൾ ഒരു വാക്യം കൊണ്ട് ഇതിനോട് ചേർത്ത് വായിക്കണം. ഈ ഡിസിപ്ലിനിങ്ങിൻ്റെ ഭാഗത്തിൽ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം.
26 വായിച്ചോ, 26, 27. അവണ്ണം തന്നെ അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുടർന്നിൽക്കുന്നു. ഒന്ന് ശ്രദ്ധിക്കണേ, ഇത് നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ മറന്നു പോകരുത്. ഞാൻ ഈ പറയുന്ന പ്രസംഗങ്ങൾ എന്നെ നിങ്ങൾ മറന്നാലും നിങ്ങൾ ഈ വാക്യങ്ങളെല്ലാം, ഞാൻ പറയുന്ന വാക്യങ്ങളെല്ലാം ഇന്ന് വീട്ടിൽ പോയി ഒന്നുകൂടെ റിവൈസ് ചെയ്യുമെങ്കിൽ, നാളെയെങ്കിലും റിവൈസ് ചെയ്യുമെങ്കിൽ ഈ പ്രസംഗം അതുപോലെ നിങ്ങൾക്ക് ഓർമ്മ വരും. കാരണം ഞാൻ വചനത്തിൻ്റെ എക്സിജസിസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നോക്കി ശ്രദ്ധിച്ചോ, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുറന്നു നിൽക്കുന്നു. ഉടനെ ഒരു ചോദ്യം വരും, എന്താണ് നമ്മുടെ ബലഹീനത? അടുത്ത വാക്യം, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. അപ്പൊ അതാണ് നമ്മുടെ ബലഹീനത. എന്താ ബലഹീനത? നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവം കേട്ടിട്ട് നമ്മൾ ആരായനെ അറിയോ? ഞാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ തടിയൊക്കെ ഒന്ന് കുറച്ച് നല്ല സ്ലിം ആയിട്ട് വരണേ എന്ന് പ്രാർത്ഥന. രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, ഭയങ്കര സ്ലിം ആയിട്ട്. അങ്ങനത്തെ പ്രാർത്ഥന ദൈവം എല്ലാം കേൾക്കുമെന്ന് വിചാരിച്ചോ? എനിക്കൊരു 5 കോടി രൂപ വേണം, എനിക്ക് ജോലി വേണം, എനിക്ക് ഇങ്ങനെ വേണം, അങ്ങനെ വേണം, എല്ലാം കർത്താവ് കേൾക്കുമായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ആരായനെ? നമ്മൾ ആരായനെ? അംബാനി അല്ല, അവിടെ നിൽക്കത്തില്ല. മോഡി അവിടെ ഒന്നും നിൽക്കില്ല. ട്രംപ്, ട്രംപിന് പ്രായമായി, അത് പറ്റില്ല. ബിൽ ഗേറ്റ്സ്, നോ. നമ്മൾ സത്യം പറഞ്ഞ ഈ ലോകത്തിൻ്റെ പ്രഭുവായി മാറിയനെ. 666 ഒരെണ്ണേ ഉള്ളൂ, അതാകാൻ പറ്റില്ല. ഒരു മിനിമം 66 എങ്കിലും ആകാൻ നമ്മൾ എല്ലാ പരിപാടികളും നോക്കിയേ. നമ്മുടെ എല്ലാ ജഡത്തിൻ്റെ ഞരക്കങ്ങളും അങ്ങോട്ടാണ്. ഏതാ? ഈ ലോകത്തിലെ പ്രഭു ആകാൻ വേണ്ടി. നമുക്ക് ആ ഒരു ലൈസൻസ് ദൈവം തന്നായിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ ആയേനേയും, പ്രാർത്ഥിച്ച് അങ്ങനെ ആയേനെ അല്ലേ? നിങ്ങളുടെ ഇന്നത്തെ ഈ പ്രസംഗവും പ്രവചനവും നടത്തുന്ന പല ആത്മാക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അത് ഏത് ആത്മാവിനാണെന്ന് വിവേചിച്ചാൽ ഇതെല്ലാം പോയിന്റ് ചെയ്യുന്നത് ലോകത്തിൻ്റെ സ്പിരിറ്റ്. ആ സ്പിരിറ്റിനെ നല്ല ക്യാപ്സ്യൂളിലാക്കി ഇടയ്ക്ക് സ്തോത്രവും ഇടയ്ക്ക് ഹല്ലേലൂയയും വെച്ച് ഇടയ്ക്ക് ക്രിസ്തുവിൻ്റെ പേരും വെച്ച് ഒരു കുപ്പിയായിട്ട് നിങ്ങൾക്ക് വിതരണം ചെയ്യും. നമ്മൾ സന്തോഷത്തോടെ കുടിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ അവരെല്ലാം നയിക്കുന്നത് എങ്ങോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ആത്മാവിൽ 666 മനസ്സിലാവുന്നുണ്ടോ? നമ്മളെല്ലാം അങ്ങനെ ആക്കാനാ പ്രോമിസ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, നിന്നെ വാലല്ല തലയാക്കും, നിന്നെ ദേശത്ത് മാനിക്കും. എൻ്റെ പ്രിയ സഹോദരൻ്റെ മാനത്തെക്കുറിച്ച് ഇത്തിരി കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സംസാരിക്കും. രണ്ടാമത്തെ മാർക്കറിലേക്ക് പോകാൻ നമുക്ക് സമയം കിട്ടിയാൽ. ഓക്കെ, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുറന്നു വേണ്ടുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് നാം അറിയുന്നില്ലല്ലോ. അപ്പം നമുക്ക് എന്താ പ്രാർത്ഥിക്കേണ്ടത് നമുക്കറിയത്തില്ല. കാരണം നമ്മുടെ പ്രാർത്ഥന ഒന്നും ശരിയാകുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എന്താ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പോകുന്നത്, അത് ശരിയാകുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്കൊരു വീട് തരണേ, പ്രാർത്ഥിക്കുവാന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഉടനെ ആത്മാവ് എന്ത് ചെയ്യുന്നറിയോ? അത് ഞാൻ ശരിക്കല്ല പ്രാർത്ഥിച്ചതെന്ന് ആത്മാവിനറിയാം. അപ്പോൾ ആത്മാവ് എൻ്റെ താഴെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ എനിക്ക് വേണ്ടി ഒരു കൗണ്ടർ പ്രെയർ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. കാരണം എൻ്റെ ഉള്ളിൽ ആത്മാവുണ്ട്, എനിക്ക് എന്താ ശരിക്കും വേണ്ടതെന്ന് ആത്മാവിനറിയാം, എന്താണ് എടുത്ത് മാറ്റേണ്ടതെന്ന് ആത്മാവിനറിയാം. അപ്പോൾ ആത്മാവ് ഇതാണ് ഈ ഡിസിപ്ലിനിങ്ങിൻ്റെ കാരണം. എങ്ങനെയാണ് ഡിസിപ്ലിനിങ് വരുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആത്മാവ് പിതാവിനോട് പറയാണ്, എനിക്ക് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കത്താൽ ആത്മാവ് പിതാവിനോട് പറയാണ്, പിതാവേ ചേസിനെ നമ്മൾ ഇന്ത്യ മുഴുവൻ നമ്മൾ പറയുന്ന സ്ഥലത്ത് എല്ലാം പോയി സുവിശേഷം പറഞ്ഞ് പല സ്ഥലത്തും മാറി താമസിക്കാൻ വേണ്ടിയാണല്ലോ വിളിച്ചത്. പക്ഷെ അവനിപ്പോൾ എറണാകുളത്ത് കുറ്റിയടിക്കാനുള്ള പരിപാടിയാണ്. ഒരു കാരണവശാലും ഇത് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ ഞാൻ വർഷം മുഴുവൻ തപസ് ചെയ്താലും എനിക്കൊരു വകയും കിട്ടാൻ പോകുന്നില്ല. കാരണം ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ എൻ്റെ പ്രാർത്ഥനകളല്ല ദൈവം കേൾക്കുന്നത്, എൻ്റെ അകത്തുനിന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഞരക്കങ്ങളാണ്. അവിടെയാണ് ഡിസിപ്ലിനിങ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ നമ്മൾ വിചാരിക്കും അവന്മാർ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം കിട്ടുന്നുണ്ടല്ലോ, ഈ പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്നവരെല്ലാം ഭയങ്കര റിച്ചായിട്ട് ജീവിക്കുന്നത്, അതല്ല അവർക്ക് കിട്ടുന്നുണ്ടല്ലോ. നമ്മൾ ഈ മാർഗം പറഞ്ഞിട്ട് എന്താ നമുക്ക് കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് അംബാനിയെ പോലെ ആക്കാനല്ല, യേശുക്രിസ്തുവിനെ പോലെ ആക്കാൻ വേണ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ആത്മാവ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ വഴികളിലൂടെ പോകാത്തത്. നമ്മളെ ആ പ്രാർത്ഥനയുടെ സ്വാതന്ത്ര്യത്തിൽ വിട്ടിരുന്നെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ നശിച്ചു പോയേനെ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് നമ്മൾ അംബാനിയെ പോലാക്കാനല്ല യേശുക്രിസ്തു അവൻ്റെ വിശുദ്ധീകരണം നമുക്ക് നൽകിയത്, അവനെ പോലാക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നറിയോ? ആത്മാവ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ റിസൾട്ട് എന്താണെന്നറിയോ? അടുത്ത വാക്യം നോക്കി, 27. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാനുള്ളൊരു ക്ലൂ ഞാൻ പറയട്ടെ, നിങ്ങൾക്കത് പിന്നീട് പ്രയോജനം ചെയ്യും. തുടർച്ചയായി വായിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇന്ന് എവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞാൽ, എനിക്ക് അപ്പനൊരു കത്തയച്ചപ്പം അതിനകത്തുണ്ട്, നീ അടുത്ത മാസം 15-ാം തീയതി എൻ്റെ വീട്ടിലേക്ക് വരിക. അപ്പം ഞാൻ അതിൻ്റെ മുകളിലും താഴെയും എന്താ എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചാലേ എന്തുകൊണ്ടാണ് വിളിച്ചതെന്നും എന്തിനാ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. അതേ സമയത്ത് കഴിഞ്ഞ 50 കത്തുകൾ നോക്കി ഇവിടെ എല്ലാം ഇതുപോലത്തെ വാക്യം ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നത്, അതെല്ലാം വേറെ വേറെ കാര്യങ്ങളായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം ആ പാസേജ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലും അതിൻ്റെ താഴെയുള്ളത് വായിക്കണം. ഉടനെ നമ്മൾ എന്താ ദൈവഹിതം എന്ന് പറഞ്ഞിട്ട് ദൈവഹിതം എന്നുള്ള വാക്കുകൾ മുഴുവൻ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നോക്കരുത്. അവിടെ പൗലോസ് എന്താ പറയുന്നത് മനസ്സിലാക്കിയ ശേഷമേ വേറൊരു പാസേജിലോട്ട് നമ്മൾ പോകാവൂ. മനസ്സിലായിരുന്നു ഞാൻ പറഞ്ഞത്? ഓക്കെ. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ നോക്കിക്കോ. കാരണം നമ്മളെ വിശുദ്ധീകരിക്കാൻ ദൈവം ഉപയോഗിക്കുന്ന മീൻസ് ഉണ്ട്, അങ്ങോട്ട് നമ്മൾ പോകുന്നേ ഇല്ല ഈ ബൈബിൾ സ്റ്റഡിയിൽ. ഓക്കെ. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നുണ്ട്. ആത്മാവിൻ്റെ ചിന്ത എന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കും. എൻ്റെ ചിന്ത എന്നതാ, വീട് വെച്ച് എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്ത് പിള്ളേരെ കെട്ടിച്ച് അവർക്ക് നല്ല ജോലി വാങ്ങിച്ചു കൊടുത്ത് സെറ്റിൽമെൻ്റ് ആകണം. ഇന്ന് മിനിസ്റ്ററിൽ ഇറങ്ങുന്നവരുടെ വലിയൊരു ചിന്ത അതാ.
പക്ഷെ ആത്മാവിൻ്റെ ചിന്ത അതല്ല, അത് പിതാവ് അറിയുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? 28-ാം വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ആ. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. കാരണം എന്താ? വി ആർ അണ്ടർ ഡിസിപ്ലിനിങ്. എന്താണ് നന്മ? യേശുവിൻ്റെ ക്യാരക്ടർ നമ്മൾ പ്രാപിക്കുന്നതാണ് ആ നന്മ. അതാണോ ഇവിടുത്തെ നന്മ? അടുത്ത വാക്യം വായിച്ചു നോക്കി. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോടനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പൊ എന്ത് നന്മയെക്കുറിച്ച് ആ പാസേജ് പറയുന്നത്? യേശു എന്തു സ്വരൂപമാണോ യേശുവിനുള്ളത്, അതേ സ്വരൂപത്തോട് ഞാൻ അനുരൂപനാകാൻ വേണ്ടിയാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ മധ്യസ്ഥത എനിക്ക് വർക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കഷ്ടതയിലൂടെ എന്നെ ദൈവം കടത്തിവിടുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. ഒരു എക്സാമ്പിളിൽ പറയും കഷ്ടത എങ്ങനെയാണ് വരുന്നത്. നമുക്ക് ചില സമയത്ത് ഞാനിങ്ങനെ ഇപ്പോൾ സ്നേഹത്തെക്കുറിച്ചൊക്കെ സംസാരിച്ച് അങ്ങ് പോകും. അപ്പം കർത്താവ് ദൈവത്തിൻ്റെ ആത്മാ പറയുക, ഈ ചേസ് ഇന്ന് പറഞ്ഞ കാര്യമൊന്നും അവൻ്റെ ലൈഫിലില്ല. പക്ഷെ അവൻ വിചാരിക്കുന്നത് അവനിതെല്ലാം ഉണ്ടെന്നാണ്. അതാണ് നമ്മുടെ ഒരു മായ. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് നമുക്കിതെല്ലാം നല്ല ഗുണങ്ങൾ ഒത്തിരി ഉണ്ട്, അല്ലേ? അയൽവക്കക്കാരെക്കാളും നല്ല ഗുണങ്ങൾ നമുക്കല്ലേ ഉള്ളത്, അല്ലേ? നിങ്ങൾ അയൽവക്കക്കാരുടെ ഒരു പ്രശ്നം ഉണ്ടായത് ആരുടെ ഫോൾട്ടായിരിക്കുള്ളൂ? അവൻ്റെ ഫോൾട്ടല്ലേ ആയിരിക്കുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും അവരെക്കാൾ നല്ലവരാണെന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തണം, അങ്ങനെയല്ല, നീയും പാപിയാണ്. അപ്പോൾ ഇന്നലെ വരെ എൻ്റെ അടുത്ത് സ്നേഹമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ശത്രുവായി. എനിക്ക് മനസ്സിലാകുന്നില്ല, അവൻ എന്നെ പറ്റിച്ചു, മുങ്ങി. എനിക്ക് മനസ്സിലാകുന്നില്ല ഇതെന്താ ഈ സംഭവിക്കുന്നത്. പക്ഷേ ആത്മാവ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചതാ. നീ എല്ലാവരും സ്നേഹിക്കുന്നല്ലേ പറയുന്നത്, അവനെ സ്നേഹിക്കുക, ശത്രുവിനെ. അപ്പോൾ കഷ്ടത അനുഭവിച്ചാലേ അല്ലേ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ എന്തിനാ ശത്രു വന്നേ നിങ്ങൾ ആലോചിക്കുമ്പം കർത്താവ് പറയുന്ന മറുപടി ഇതായിരിക്കും. ശത്രുക്കളെ സ്നേഹിക്കാൻ കർത്താവ് പറഞ്ഞാൽ ശത്രുവിനെ തരാതെ പറയാൻ പറ്റുമോ? മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം കർത്താവ് ഒരു കൽപ്പന തന്നിരിക്കും, എന്താ? ശത്രുക്കളെ സ്നേഹിപ്പിൻ. ഞാൻ എവിടെ നോക്കിയിട്ട് ശത്രുക്കളെ കാണുന്നില്ല. അപ്പോൾ സ്നേഹിക്കണമെങ്കിൽ കർത്താവ് എന്ത് ചെയ്യണം? ഈ കൽപ്പന അനുസരിക്കണമെങ്കിൽ ശത്രുക്കളെ തരണം. നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ശത്രുക്കളെല്ലാം ഓർത്തുനിന്ന് സ്തോത്രം ചെയ്ത് നോക്കിയേ. അവരെല്ലാം കർത്താവ് എന്തിനു തന്നതാ? അവൻ്റെ മേൽ തീക്കനൽ കുന്നിക്കാൻ വേണ്ടിയല്ല, അവനെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണത്തിന് നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. അതാണ് നമ്മുടെ ഡിസിപ്ലിനിങ്. യേശുവിൻ്റെ വിശുദ്ധി നാം പ്രാപിക്കേണ്ടതിന് അവനെ ഒരു ശത്രുവായി എൻ്റെ മുമ്പിൽ നിർത്തിയേക്കുക. എന്നിട്ട് പറയുക, നിൻ്റെ ഉള്ളിൽ കർത്താവില്ലേ, നീ മരിച്ചേ, എന്നിട്ട് അവനെ സ്നേഹിക്കുക. അങ്ങനെയാണ് നമ്മൾ പതുക്കെ പതുക്കെ അവൻ്റെ വിശുദ്ധിയിൽ പങ്കാളികളായി മാറുന്നത്. എന്നിട്ട് അവസാനം എന്ത് സംഭവിക്കും? നാം അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി മാറും. ഞാനൊരു സ്റ്റോറി പറയാം. ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ള സ്റ്റോറിയാണെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നൊരു കാര്യം. ഞങ്ങൾ ഒരു മോളെ അഡോപ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ അതിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞിരുന്നു. ഇവള് വീട്ടിൽ വന്നപ്പം ഞങ്ങളുടെ സ്വന്തം പ്രകൃതിയിലുള്ളൊരു മോനുണ്ട്, അതിൻ്റെ കൂടെയാണ് ഞങ്ങൾക്ക് ഈ മോളെ കിട്ടിയത്. അപ്പോൾ അയൽവക്കാർക്കെല്ലാം ഇവള് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. അപ്പോൾ ദൈവം ഞങ്ങളോട് ഇവിടെ ക്ഷമിക്കാനൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഇവളെ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ഞങ്ങൾ പറയുന്നൊന്നും അവൾ കേൾക്കുകയില്ല, എങ്കിലും കഷ്ടപ്പെട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുക. അപ്പോൾ ദൈവം ക്ഷമിക്കാൻ പഠിപ്പിച്ചു. ഇങ്ങനെ പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കി സ്കൂളിൽ വിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വീട് മാറേണ്ടി വന്നു. വേറൊരു വീട്ടിൽ ഞങ്ങളൊന്ന് താമസിക്കാം, ഈ കൊച്ചിനെ എടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെ. അപ്പോൾ ഞങ്ങളുടെ അയൽവക്കത്തെ ഒരു വീട്ടിൽ ഒരു ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ടീച്ചറാണ്. അപ്പോൾ ഇവർ ഞങ്ങളെ പരിചയപ്പെടാൻ വന്നിട്ട് ഞങ്ങൾ ചോദിച്ചു, എത്ര പിള്ളേരാ? അപ്പോൾ ഞങ്ങൾ 2 പിള്ളേർ. അപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളുടെ സ്വന്തം പിള്ളേരെന്ന് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഇത് ഞങ്ങളുടെ മകൻ ജോനഥൻ, ഇത് ജമീമ, 2 പേരെ പരിചയപ്പെടുത്തി. അവളുടെ പേര് ഗായത്രി എന്നായിരുന്നു, ഞങ്ങളുടെ പേര് മാറ്റി ജമീമ എന്നാക്കി. അപ്പോൾ അവർ സന്തോഷമായിട്ട് പോയി. 2 ദിവസം കഴിഞ്ഞിട്ട് ആ ഒരു സഹോദരി വന്നിട്ട് എൻ്റെ ഭാര്യയോട് പറയുക, ഈ മോള് നിങ്ങളുടെ സ്വന്തമാണോ? എന്നാലോചിച്ച് നോക്കി. നിങ്ങൾ എവിടെയെങ്കിലും നാട്ടിൽ പോയിട്ട് 2 പിള്ളേരെ പരിചയപ്പെടുത്തി കഴിയുമ്പം പിറ്റേ ദിവസം അയൽവക്കാരോ നീ നിങ്ങളുടെ സ്വന്തം അല്ലെന്ന് പറഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? അപ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ ചോദിച്ചാൽ ഞാൻ വിചാരിച്ചു ഇനി ഇവളെങ്ങാനും നോക്കുന്നതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അങ്ങനെ വല്ലതും അവർ കണ്ടോ, അല്ല ഞങ്ങൾ പറയുന്ന വല്ലതും കേട്ടോ, അവർക്ക് വല്ലതും മനസ്സിലായോ, അങ്ങനെ വല്ലതും ആണോ, എന്താ പ്രശ്നം എന്നറിയത്തില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുക, നിങ്ങൾക്ക് തെലുങ്ക് അറിയത്തില്ല, നിങ്ങളുടെ മോനും തെലുങ്ക് അറിയത്തില്ല, പക്ഷേ ഇവൾ തെലുങ്കിൽ 1-ാം തരം തെറിയാ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സ്വരൂപം ഇല്ല, മകൻ്റെ സ്വരൂപം ഇല്ല. അപ്പോൾ പിതാവിൻ്റെ വേദന, നമുക്ക് ആഗ്രഹമുണ്ട് അവനെ മകളെന്ന് എല്ലാവരും വിളിക്കണം, ഞങ്ങളുടെ മകളാന്ന് റെക്കഗ്നൈസ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ അവളുടെ വാ തുറന്നു കഴിയുമ്പോൾ ആൾക്കാർക്കെല്ലാം മനസ്സിലാവുക അല്ല. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഞരക്കമെന്ന് പറയുന്ന, ആഗ്രഹം എന്ന് പറയുന്ന, ആത്മാവിൻ്റെ ഞരക്കമെന്ന് പറയുന്നത് അവൻ്റെ പുത്രൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന മക്കളാക്കി നമ്മളെ മാറ്റുക എന്നുള്ളതാണ്. അവൻ യേശു സംസാരിക്കാവുന്ന സംസാരങ്ങൾ. ഇപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് പിള്ളേരോട് നിങ്ങൾ സംസാരിക്കുമ്പം നിങ്ങൾ പെന്തിക്കോസായ വിവരം നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു കാണും, പക്ഷെ ക്രിസ്തുവിലായ വിവരം കുഞ്ഞുങ്ങൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. അതാണ് അതിൻ്റെ പ്രോബ്ലം. ഓക്കെ,
ഒരു കഥയും കൂടെ ഞാൻ പറയാം. അപ്പോൾ ഞങ്ങളിങ്ങനെ താമസിച്ച് മുമ്പോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങളുടെ അയൽവക്കത്ത് നിന്ന് 2 പിള്ളേരും കൂടി ഇങ്ങനെ അനാഥരായി. അതായത് അപ്പനും അമ്മയും എയ്ഡ്സ് ആയിട്ട് മരിക്കുന്ന പിള്ളേർ, ഇവരെല്ലാവരും. അപ്പോൾ ഒരു 70 വയസ്സായ ഒരു കാരണവർ ഈ പിള്ളേരുമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് എൻ്റെ വീട്ടിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്, മരിക്കുന്ന ആൾ. അപ്പോൾ ഇവരെ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഓർഫനേജ് വിടാം, പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, കാരണം അവിടെ പോയാൽ ഇവർ ക്രിസ്തുവിൽ വളരില്ല, അതുകൊണ്ട് നിങ്ങൾ ഇവരെയും കൂടെ നോക്കിക്കോളാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എത്ര പിള്ളേരായി? 4 പിള്ളേരായി. ഈ 4 പിള്ളേരാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ ഇരിക്കുക 2 പെൺപിള്ളേർ ഒരു ദിവസം രാവിലെ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ ഒന്ന് നോക്കി ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെ ദൈവം വിട്ടിരിക്കുന്ന ഈ പിള്ളേരെ വളർത്താനും ചിൽഡ്രൻസ് ഹോം നടത്താനൊക്കെയാണ്. അന്ന് അത്രയും വിവരമേ ഉള്ളൂ. ഇവർ വന്ന് മുട്ടിയപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ എന്തിനെങ്ങനെ ഭിക്ഷാടനം ചെയ്ത് അലഞ്ഞിരിഞ്ഞ് നടക്കുന്നത്, ഞങ്ങളുടെ കൂടെ താമസിച്ചോളാൻ പറഞ്ഞു. ഒരു ഭയങ്കര സന്തോഷമായി, കാരണം ഞങ്ങൾ ഓർഫനേജ് നടത്താനാണ്. അന്ന് അങ്ങനെ ചിന്ത, ചിൽഡ്രൻസ് ഹോം. അപ്പോൾ ഇവർ വളരെ സന്തോഷമായി ഞങ്ങളോട് താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ ഈ മോളൊരു ചോദ്യം ചോദിച്ചു, എൻ്റെ ഭാര്യയോട് ചോദിച്ചു, ആൻറ്റി ഇവരെല്ലാവരും നിങ്ങളെ പപ്പ അമ്മ എന്നല്ലേ വിളിക്കുന്നത്, ഞങ്ങളും അങ്ങനെ വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി, വിളിച്ചോളാൻ പറഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഒരു മോള് വന്ന് ചോദിക്കാം, ഞങ്ങൾ തെണ്ടാൻ പോയാൽ ഞങ്ങൾക്ക് മാസം 2000-3000 രൂപ വെച്ച് കിട്ടും, നിങ്ങളുടെ കൂടെ താമസിച്ച് എത്ര രൂപ വെച്ച് തരും മാസം? അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, അങ്ങനെ പൈസ ഒന്നും തരാൻ പറ്റില്ല, നിങ്ങളെ പഠിപ്പിക്കാം, വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചു തരാം, സ്കൂളിൽ വിടാം, ആഹാരം തരാം, മറ്റെല്ലാ കാര്യങ്ങളും നോക്കാം, പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും പോയി ആരെങ്കിലും നിങ്ങൾ ആരാന്ന് ചോദിച്ചാൽ ചേസിൻ്റെ സുധയുടെ മക്കളാന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്കൊരു വീടുണ്ടാവും, അപ്പനും അമ്മയും ഉണ്ടാവും, സഹോദരങ്ങളുണ്ടാവും, കുടുംബങ്ങളുണ്ടാവും, ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അവർക്കത് ഇഷ്ടപ്പെട്ടില്ല, അവർ വീടിൻ്റെ മതിലിയാടി പോയി. 2 ആഴ്ച കഴിഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയും കൂടെ അടുത്തൊരു പച്ചക്കറി കടയിൽ നിൽക്കുമ്പം പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കാം, പപ്പാ എന്നൊരു വിളി. നോക്കിയപ്പോൾ ഈ 2 പിള്ളേർ മാത്രമല്ല, ഒരു 5-6 പിള്ളേരുണ്ട് അതുപോലെ ഭിക്ഷ ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്യണം എന്നറിയാതായിപ്പോയി. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം, കാരണം ഒന്നാമത്തെ തെലുങ്ക് അറിയത്തില്ല, ഇവരാരെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റില്ല. ഇത് ഭിക്ഷാടന മാഫിയ വല്ലതാണോ, പിള്ളേരെ രാവിലെ വിട്ടിട്ട് അതും പറയാം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എന്തും ചിന്തിക്കാം. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ കേരളത്തിൽ ചെന്ന് നിൽക്കുമ്പം ബംഗാളിൽ 2 പിള്ളേർ എൻ്റെ പപ്പ അമ്മയെന്ന് പറഞ്ഞ് നമ്മുടെ പുറകെ വന്നാലത്തെ അവസ്ഥ. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് വീട്ടിലോട്ട് പോകും. അപ്പോൾ പുറകെ ഇവർ വരുന്നുണ്ട്, അവർക്ക് വീടറിയാലോ, വേണേൽ വീട്ടിലോട്ട് വന്നാൽ മതിയല്ലോ. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ കർത്താവ് നാണക്കേടായല്ലോ, ഒങ്കോളിലൊരു നല്ല സാക്ഷിയാകാൻ വന്നിട്ട് ഇങ്ങനെ ആയി പോയല്ലോ കർത്താവ്, എന്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, എനിക്ക് ഇങ്ങനത്തെ കുറേ പിള്ളേരുണ്ട്, റോഡിൽ നിന്നും പള്ളിയിൽ നിന്നും കൺവെൻഷൻ ഗ്രൗണ്ടിൽ നിന്നും പപ്പാ അപ്പച്ചാന്ന് വിളിക്കുന്ന കുറേ പിള്ളേർ. അവരാരും എൻ്റെ പുത്രനെ പോലെ ആകാനോ അവൻ്റെ വീട്ടിൽ താമസിക്കാനോ ഇഷ്ടപ്പെടാത്ത പിള്ളേർ. കുപ്പ പറക്കി റോഡിൽ വേസ്റ്റ് എന്ന് പറഞ്ഞ് എൻ്റെ മകൻ തള്ളിയ സാധനങ്ങൾ മാത്രം പറക്കി നടക്കുന്നവർ. അവരെന്നെ അപ്പാ അപ്പച്ച എന്നൊക്കെ വിളിക്കുമ്പം എനിക്ക് തോന്നുന്ന ഇൻസൾട്ട്, അപമാനം എന്താണെന്ന് ഞാൻ നിന്നെ ഒന്ന് ഫീൽ ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞു. ആ ഫീലിംഗ് അന്ന് എൻ്റെ ഉള്ളിലുണ്ടാക്കിയ ലജ്ജ, ഞാൻ എപ്പോഴും സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള വാക്യം വായിക്കുമ്പം എൻ്റെ ഉള്ളിൽ വരും, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. ഞാൻ നിന്നെ പിതാവേ എന്ന് വിളിക്കുമ്പം എൻ്റെ അടുത്തിരിക്കുന്ന മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ അടുത്തുള്ള അയൽക്കാർ പറയരുത് ഇവൻ ദൈവത്തിൻ്റെ നാമത്തെ അപമാനിക്കുവാണ് എന്ന് പറയരുത്. അവർ പറയണം അവൻ്റെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുന്നത് കേൾക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളിലൂടെ അവൻ്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടിയാണ് അവൻ ഡിസിപ്ലിനിങ്ങിലൂടെ നമ്മളെ കടത്തിവിടുന്നത്. ഓരോ ഡിസിപ്ലിനിങ്ങും പ്രഷ്യസാണ്. പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾ കഷ്ടതയിലായിരിക്കുന്നതെങ്കിൽ അത് വളരെ പ്രഷ്യസാണ്. കാരണം പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന, ജയിക്കുന്നതല്ല, ദാറ്റ് ടെസ്റ്റിംഗ് ഇൻ ഇറ്റ് സെൽഫ് ഈസ് ബെറ്റർ ദാൻ ഗോൾഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരീക്ഷ ഏറിയ പൊന്നിനേക്കാളും വിലയേറിയതാണ്. ഈവൻ ദാറ്റ് സ്മോൾ ടെസ്റ്റിംഗ് ദാറ്റ് ഗോഡ് അലൗസ് യു ആസ് എ ഫാദർ ടു ഡിസിപ്ലിൻ യു, നിങ്ങളെ ആ സ്വസ്ഥതയിലേക്കും യേശുവിൻ്റെ സ്വഭാവത്തിലേക്കും കടത്തിവിടാനുള്ള അവൻ്റെ ഡിസിപ്ലിനിങ് എന്ന് പറയുന്നത് അത് വളരെ പ്രഷ്യസാണ്. ഇഫ് യു ആർ അണ്ടർ ഡിസിപ്ലിൻ, അതെങ്ങനെ അറിയാൻ പറ്റും? നമുക്കറിയാൻ പറ്റുന്ന ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പല ആളുകൾ ആ ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാത്തത് കൊണ്ട് ദൈവം അകാരണമായി ഞങ്ങളെ കഷ്ടപ്പെടാൻ വിട്ടു എന്ന് വിചാരിക്കുന്നവരാണ്. എന്നാൽ ആത്മാവിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴാണ്, മോനെ നീ എൻ്റെ മോനാണ്, ഞാൻ നിൻ്റെ കൈ വിട്ടിട്ടില്ല, അബ്ബാ പിതാവേ നീ ധൈര്യമായിട്ട് വിളിച്ചോ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഇതിൽ കൂടുതൽ നമ്മളെ ആശ്വസിപ്പിക്കാൻ ലോകത്തുള്ള ഒരു ഫാൾസ് പ്രോമിസിനും ഒരു തെറ്റായ സുവിശേഷത്തിനും സാധിക്കില്ല. കർത്താവിൻ്റെ പ്രസൻസ് ആണ്, അവൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ആശ്വാസവും സന്തോഷവും. നമ്മൾ ഈ ഡോറിലൂടെ ഇറങ്ങുമ്പോൾ നമുക്ക് ബിരിയാണിയും, ഇപ്പുറത്തെ ഡോറുണ്ടോ ഇവിടെ? 2 ഡോറുണ്ടല്ലോ. ഡോറിലൂടെ ഇറങ്ങുമ്പോൾ ഇത് കഴിഞ്ഞ് കഞ്ഞിയും പയറും എന്ന് വിചാരിച്ചു നിങ്ങൾ ഏത് ഡോറിലൂടെ ഇറങ്ങും? അതിലേ ഇറങ്ങുള്ളൂ അല്ലേ? ഏതായാലും ഗൾഫിലുള്ളൊരു സത്യം പറയുന്നവരാണ്. നമ്മുടെ നാട്ടിൽ പറഞ്ഞ എല്ലാം കഞ്ഞി മതി എന്ന് പറയുള്ളൂ. അത് വെറുതെ പറയുന്നതാണ്. കാരണം ഞങ്ങളുടെ മോളുടെ കല്യാണം നടക്കുന്ന സമയത്ത് ഈ കാറ്ററിങ്ങിന് വന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞു, എല്ലാവരും പറയുന്നത് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ കഞ്ഞി ചോറും കറിയും മതി എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു.
അതിപ്പോൾ ഒത്തിരി പേര് വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ റിയൽ അല്ല അത്. അപ്പം കാറ്റർ ചെയ്ത ആൾ പറഞ്ഞു, പുള്ളി വിശ്വാസിയാണ്, പുള്ളി പറഞ്ഞു, പാസ്റ്ററെ അത് ആൾക്കാരങ്ങനെ പറയും, പക്ഷെ തക്ക സമയത്ത് എല്ലാവരും ബിരിയാണി കഴിക്കുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, 125 പേരല്ലേ വിളിക്കുന്നത്, നമുക്ക് 125 ബിരിയാണി ഉണ്ടാക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഒരു 25 ചോറ് എക്സ്ട്രാ വയ്ക്കാം. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ആ ചോറ് മാത്രമേ ബാക്കി വന്നുള്ളൂ. മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെ, അവരെല്ലാം വളരെ ഹമ്പിളാണ്, പക്ഷെ തക്ക സമയത്ത് അതേ കഴിക്കുള്ളൂ. അപ്പം ഈ ബിരിയാണി കിട്ടുന്ന ഡോറിലൂടെ ആൾക്കാരിങ്ങനെ വൻതോതിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കിയേ, ഏതെങ്കിലും ഒരു വലിയ സെലിബ്രിറ്റി, അല്ലെങ്കിൽ ക്രിക്കറ്റ് സ്റ്റാറോ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവോ, അല്ലെങ്കിൽ ഭരണാധികാരിയോ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചോ, പുള്ളി പറയാണ് എനിക്ക് ബിരിയാണി വേണ്ട, മലയാളികളുടെ കഞ്ഞി കുടിച്ചേക്കാം എന്ന് പറഞ്ഞ് ഈ ഡോറിലൂടെ ഇറങ്ങിയാൽ ഒരു 5-6 പേരെങ്കിലും പുള്ളിയുടെ കഞ്ഞി കുടിക്കാൻ ആ വഴി പോകില്ലേ? ആ ഇറങ്ങുന്നവർക്ക് കഞ്ഞിയാണോ ബിരിയാണിയാണോ എന്നുള്ളതല്ല അവരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം ഈ കൂടെ ഈ രാജാവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതാണ് ആനന്ദത്തിൻ്റെ സോഴ്സ്. നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, രാജാവ് നിങ്ങളുടെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. അത് അനുഭവിക്കാൻ കഴിഞ്ഞാൽ എവിടെ ഇരുന്നാലും ഒരുപോലെ ഉള്ളൂ. ഇത്ര മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതാണ് ആ സ്വസ്ഥത, അതാണ് ആ ഡിസിപ്ലിനിങ്. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് പറയാ, നീ മണ്ണിലാണോ ഇരിക്കുന്നത്, ഞാൻ നിന്റെ കൂടെ മണ്ണിലിരിക്കാം. നീ കട്ടിലേക്ക് കിടന്നുറങ്ങുവാണോ, ഞാൻ നിന്റെ കൂടെ ഇരിക്കാം. നിനക്ക് എന്നോട് വർത്താനം പറയണോ, നീ എവിടെ ഇരുന്നാലും നിന്നെ വിട്ടുപോകാത്ത നിന്റെ പിതാവ് നിന്റെ അടുത്ത് തന്നെയുണ്ട്. അവൻ ഒരിക്കലും നമ്മളെ വിട്ടു പോകുന്നില്ല. നമുക്ക് ചിലപ്പോൾ തോന്നും ഇല്ലെന്നാ, നമ്മുടെ കുഴപ്പമാണ്. കാരണം പിതാവ് ഒരിക്കലും മക്കളെ ഉപേക്ഷിക്കുന്നില്ല, മക്കളാണ് പിതാവിനെ ഉപേക്ഷിച്ച് പോകുന്നത്. ഓക്കെ, ഇനി ഇതിനു വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയും കൂടെ നമുക്ക് നോക്കിയിട്ട് ഈ മാർക്കറിൽ നമുക്ക് അടുത്ത മാർക്കറിലേക്ക് പോകാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ 2 പ്രാർത്ഥനകളുണ്ട്. എഫേസ്യ ലേഖനത്തിൽ ഒന്നാമത്തെ പ്രാർത്ഥന നമ്മൾ അന്ന് കണ്ടു, അത് ക്രിസ്തുവിൽ എനിക്ക് ലഭിക്കുന്ന ആ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ണു തുറന്നൊന്ന് കാണാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതാണ് ആദ്യത്തെ പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16 മുതൽ നമ്മൾ തുടങ്ങിയായിരുന്നു, പക്ഷെ ഇന്ന് നമ്മൾ വായിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. അതായത് അവൻ്റെ വിശുദ്ധി നാം പ്രാപിക്കേണ്ടതിന്. അപ്പോൾ വിശുദ്ധീകരണം എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഒരു പാത്രം ക്ലീൻ ആക്കുന്നത് ശുദ്ധീകരണവും അതിൽ വിശുദ്ധമായത് നിറയ്ക്കുന്നത് വിശുദ്ധീകരണവുമാണ്. ഓക്കെ, അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ വാക്യം ഒന്ന് വായിക്കാം. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും. ഇത്ര ഓർക്കുന്നുണ്ടല്ലോ? അടുത്ത വാക്യം, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും. ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും. അപ്പം ലോകത്തിലെ ആൾക്കാർ പറയുന്ന പരിജ്ഞാനം അനുസരിച്ചുള്ള സ്നേഹം അല്ലത്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ നിങ്ങളോട് പറയാം പെട്ടെന്ന്. ഞങ്ങളുടെ ചർച്ചിൽ ഒരു സഹോദരൻ വന്നു. ആ സഹോദരൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഫെബ്രുവരി മുതൽ നവംബർ വരെ മാത്രമേ അദ്ദേഹം ഭക്തനായി ജീവിക്കുള്ളൂ. ഡിസംബർ ജനുവരി 2 മാസം പുള്ളിക്ക് എൻജോയ് ചെയ്യാനുള്ള മാസമാണ്. ആ സമയത്ത് ക്രിസ്മസ്, ന്യൂ ഇയർ, പുള്ളി ആ സമയത്ത് കള്ളും കുടിക്കും, ബഹളം വയ്ക്കല്ലേ. പക്ഷേ ഫെബ്രുവരി മുതൽ നവംബർ വരെ ഭയങ്കര വിശുദ്ധനാണ്. പ്രാർത്ഥിക്കും, വർഷിപ്പ് ലീഡ് ചെയ്യും ചർച്ചിൽ. എങ്ങനെയുണ്ട് ആള്? ഇങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അദ്ദേഹം ചർച്ചിൽ വന്നപ്പം പല ആൾക്കാരും പറഞ്ഞു, പുള്ളി പല ചർച്ചിലും പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്, നിങ്ങൾ അടുപ്പിക്കുന്നത് സൂക്ഷിച്ച് വേണം. ഞാൻ പറഞ്ഞു, കർത്താവ് അറിയാതെ ഒരു ഈച്ച പോലും നമ്മുടെ അടുത്ത് വരുന്നില്ല, അതുകൊണ്ട് ഭയപ്പെടുന്നില്ല. കാരണം എന്നെ ആരും ഇതേവരെ പറ്റിച്ചിട്ടില്ല. എനിക്ക് 40-45 വയസ്സുണ്ട്, ഇത്രയും നാളായിട്ട് ആരും എന്നെ പറ്റിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ കാരണം എന്താണെന്ന് പറയട്ടെ? പറ്റിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന്? ഒരാൾ നമ്മളെ പറ്റിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് അവനെ നമ്മൾ വീട്ടിൽ കയറ്റിയാൽ അവൻ പറ്റിച്ചു എന്ന് പറയാൻ പറ്റുമോ? പിന്നെ മനസ്സിലായോ? എന്നാൽ അവൻ ഭയങ്കര നീതിമാനാണെന്നും വിശ്വസിച്ചേൽപ്പിച്ച് നോക്കിയേ, അവൻ പറ്റിക്കും. പക്ഷെ കർത്താവ് ആരെയും വിശ്വസിച്ചേൽപ്പിച്ചില്ല. അവൻ്റെ ഉള്ളിലുള്ളതെല്ലാം അറിയാം. അവൻ പറ്റിക്കുമെന്നറിയാം, യൂദാ പറ്റിക്കുമെന്നും അറിയായിരുന്നു, പത്രോസ് ഓടുമെന്നും അറിയായിരുന്നു, എല്ലാം അറിയായിരുന്നു. എന്നിട്ട് സ്നേഹിച്ചു. ഇതിനാണ് പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം എന്ന് പറയുന്നത്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഈ പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ ബുദ്ധി പറയും, അലറി വിളിക്കും, അബദ്ധമാണ്, അവൻ പറ്റിക്കും. ആത്മാ പറയും, ഞാൻ കർത്താവ് നോക്കിയോളും, കൂടി വന്നവൻ തല്ലിക്കൊല്ലുമായിരിക്കും, സാരമില്ല, ദൈവം അനുവദിക്കാത്ത ഒരു പരീക്ഷണവും നമ്മുടെ വീട്ടിൽ വരുന്നില്ല. അവിടെയാണ് ആ മരണം, യേശുവിൻ്റെ ജീവൻ, ആ ഒരു മീറ്റിംഗ് പോയിന്റിലാണ് ഈ പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഒരു എക്സാമ്പിളിൽ പറയാം. ആന്ധ്രയിൽ ഞങ്ങളുടെ കൂട്ടായ്മയിൽ
ചർച്ചിൽ. അന്ന് ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പം ഒരു സംഭവം നടന്നു. ഒരു പയ്യൻ, ഞങ്ങളുടെ ചർച്ചിലൊരു സാറുണ്ട്, ഒരു എഞ്ചിനീയറിംഗ് കോളേജ് പഠിപ്പിക്കുന്ന സാറുണ്ട്. അദ്ദേഹം ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുമ്പോൾ ഒരു പയ്യനെതിരെ വരുന്നു. പുള്ളി മുടിയൊന്നും ചെയ്യാതെ, താടിയൊന്നും മടിക്കാതെ, ഒരു വല്ലാത്ത ഷേപ്പിലാണ്, ഒരു ഷർട്ടൊക്കെ അവിടെയൊക്കെ കീറി, ഒരു ഷേപ്പ്ലെസ് ഒരു അപ്പിയറൻസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂംഡ് അല്ല. അപ്പോൾ ഇദ്ദേഹം, എടാ നിൻ്റെ പേര് ഇതല്ലേ? അതെ അതെ സാറേ. നീ എന്താ ഇപ്പം കോളേജ് വരാത്ത? എഞ്ചിനീയറിംഗ് കോളേജിലാട്ടോ. നീ എവിടെ പോവാ? അപ്പം പറഞ്ഞു, ഞാൻ മരിക്കാൻ വന്നതാ സാറേ, ട്രെയിനിന് തല വെച്ച്. കാരണം നിങ്ങൾക്ക് എന്താ അറിയോ, ഇവരൊരു പെൺകുട്ടിയെ പ്രേമിച്ചു, അവളിപ്പോൾ വേറൊരുത്തിനെ കല്യാണം കഴിച്ച് ഒരു കൊച്ചുമായി. അപ്പോൾ അതിന് സഹിക്കാൻ പറ്റുന്നില്ല, അവൻ ചാവാൻ പോവാണ്. അപ്പോൾ പിന്നെ നീ എന്താ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചു വരുന്നതെന്ന് ചോദിച്ചാൽ പറയാം, ചാകാൻ അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഒരുത്തൻ പറഞ്ഞത്, നിൻ്റെ പഴയ ക്രിക്കറ്റ് ടീം ഇവിടെ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, അപ്പം ചാകുന്നതിന് മുമ്പ് ക്രിക്കറ്റ് കളി കണ്ടിട്ട് ചാകാം. ഇതാണ് പുള്ളിയുടെ അവസാനത്തെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി. അപ്പോൾ ഈ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ചർച്ച അന്നൊരു വാടക വീട്ടിലാണ്. ഞങ്ങൾ താമസിക്കുന്ന വീട് ഒരു വീട്, ചർച്ചായിട്ട് എടുത്തേക്കുന്ന വേറൊരു വീട്. അവിടെ ആരും താമസമില്ല, അവിടെ ചർച്ച് മാത്രം നടക്കുന്നു. അപ്പോൾ ഈ സാർ എന്നോട് പറഞ്ഞു, നമുക്ക് അവനെ അവിടെ താമസിപ്പിക്കാം. ഞാൻ പറഞ്ഞു ഓക്കെ, താമസിക്കാൻ തുടങ്ങി. അവിടെ താമസിക്കാൻ തുടങ്ങി. സാർ എന്ത് ചെയ്യുന്നറിയോ, ഇവൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പോകാത്തതിൻ്റെ ഫീസ് എല്ലാം പുള്ളി പോയി അടച്ചു. ആബ്സെൻസ് കോൺട്രോൾ ചെയ്യാൻ വേണ്ടി അത് ഇത് എല്ലാം ചെയ്ത് അതിനെല്ലാം ഫൈൻ അടച്ച് അവന് പഠിക്കാനുള്ള പുസ്തകങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്തു. 1,00,000 രൂപ മുകളിൽ അന്നേരം പുള്ളി സാറ് സ്പെൻഡ് ചെയ്ത് അവനെ തിരിച്ചു വിട്ടു. സ്കൂളിൽ കോളേജ് വിട്ടു. ഇവൻ പോവില്ല, കോളേജിൽ പോവില്ല, പഠിക്കില്ല. ആലോചിച്ച് നോക്കണം, അത്രയും പൈസ അയാൾ മുടക്കിയിട്ടും ഇവൻ ഉഴപ്പുക, ഭയങ്കര ഉഴപ്പാണ്. ഞാനിത് പറയാൻ കാരണം, ഈ ഡിസിപ്ലിനിങ്ങിൻ്റെ കോണ്ടെക്സ്റ്റിൽ പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം എങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നതെന്നാണ്. അപ്പം നഷ്ടം മുഴുവൻ വരുന്ന ആർക്കാ? ഈ മനുഷ്യനാണ്. അപ്പം ഒരു ദിവസം ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു, 2-3 മാസമായല്ലോ അവനോട് താമസിക്കാൻ തുടങ്ങിയിട്ട്. അയൽവക്കക്കാർ കംപ്ലയിൻറ്റ് ചെയ്യാൻ തുടങ്ങി. പാതിരാത്രി വന്ന് തുറക്കുന്നു, ഉറക്കെ സംസാരിക്കുന്നു, ബഹളം വയ്ക്കുന്നു, ഓരോ സമയത്ത് അനാവശ്യ സമയത്തൊക്കെ വന്ന് ഗേറ്റ് തുറക്കുന്നു, ഇങ്ങനെ കംപ്ലയിൻ്റായി. അവർ പറഞ്ഞു, ഞങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുന്നവരെങ്ങനെ ബാച്ചിലേഴ്സ് വന്ന് താമസിച്ച് ആകെ ബഹളമാണ്, അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ബ്രദർ, പേരാ വിളിച്ചത്, ഇവൻ നന്നാകുന്ന ഒരു ലക്ഷണവും കാണിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് അവനെ ചർച്ചയിൽ നിന്ന് അങ്ങ് ഒഴിവാക്കിയാലോ, അവൻ പോകണേ പൊക്കോളാൻ പറ, അവൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഈ ബ്രദർ എന്നോട് പറയുക, അണ്ണാ അവനെ എനിക്ക് ദൈവം തന്നതാണ്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ വിടത്തില്ല എന്ന് പറഞ്ഞു. പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം. അപ്പം ഞാൻ ഉടനെ പറഞ്ഞു, അങ്ങനെ ദൈവം ഒരു അഷുറൻസ് നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ കൂടെ മരിക്കാൻ ഞാനും തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവിടെ പിന്നെയും താമസിച്ചു. എക്സാം വന്നു, അവരോടൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് അവിടെ താമസിപ്പിച്ച് എക്സാം വന്നു. ഇവൻ പോയി റോൾ നമ്പറും ഇവൻ്റെ സബ്ജക്റ്റിൻ്റെ പേരും എഴുതി വെച്ചു, കൊടുത്തു. അവൻ എക്സാം പാസ്സായി. ഒറ്റ സെൻറ്റൻസ് പോലും അവൻ ആ പേപ്പറിൽ എഴുതിയിട്ടില്ല. അവന് കറക്റ്റ് പാസ് മാർക്ക്. അതെങ്ങനായി അവനൊരു പിടിയും കിട്ടുന്നില്ല. അവൻ പേപ്പറുമായിട്ട് റിസൾട്ടുമായിട്ട് എൻ്റെ വീട്ടിലോട്ട് വന്നിട്ട് പറയാം, അണ്ണാ ഞാൻ പാസ്സായി, ദൈവം ഉണ്ടെന്ന്. ഞാനൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ജയിപ്പിച്ചാരാ? ഞാൻ പറഞ്ഞേടാ, നീ എഴുതാതെ നിന്നെ ജയിപ്പിക്കുന്ന ആളല്ല ദൈവം. അങ്ങനെ കള്ളത്തരം കാണിച്ച് എഴുതിയവനെ തോപ്പിച്ച് എഴുതാത്തവനെ ജയിപ്പിക്കില്ല. നിനക്ക് ശരിക്കും ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നീ ഇതെല്ലാം പഠിച്ച് ഒന്നുകൂടെ എഴുതാൻ പറഞ്ഞു. അവൻ പോയി എഴുതി 82% മാർക്കോടെ, സപ്ലിമെൻ്ററി ഒന്നും ഇല്ലാതെ അവൻ എഞ്ചിനീയറിംഗ് പാസ്സായി. എഞ്ചിനീയറിംഗ് പാസ്സാവുന്ന പോട്ടെ, അത് വലിയ കാര്യമൊന്നുമല്ല. അവൻ വിശ്വാസിയായി, രക്ഷിക്കപ്പെട്ടു. അവൻ്റെ നാട്ടിൽ അവൻ പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങി. ഇപ്പോഴും ഞങ്ങളുടെ ചർച്ചിന് അവിടെ വർക്കുണ്ട്. ആ വില്ലേജിൽ അനേകം പിള്ളേരെ ഇവൻ കർത്താവിലേക്ക് നയിച്ചു. എൻ്റെ പരിജ്ഞാനം വെച്ച് അവനെ പറഞ്ഞു വിട്ടായിരുന്നെങ്കിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ അങ്ങനെ ഒരാളുണ്ടാവില്ലായിരുന്നു. അവൻ MTech പാസ്സായി, ഇപ്പോൾ ബാംഗ്ലൂരുണ്ട്. കഴിഞ്ഞ മാസം അവൻ്റെ കല്യാണമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം, ഉയരത്തിലേക്ക് നോക്കുന്ന സ്നേഹം. ഇവനെ കാണും പറയാം, ഇവൻ്റെ ആത്മാവിന് എൻ്റെ ഈ ലോകത്തെ പ്രാണനേക്കാളും വിലയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഞാൻ മരിച്ചാലും അങ്ങോട്ടേ പോകുള്ളൂ. പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം, വിശുദ്ധീകരണത്തിൻ്റെ സ്റ്റെപ്പുകളായി പറയുന്നത് കേട്ടോ. ഇതൊക്കെ എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ നമ്മൾ മരിച്ചാലേ വരുള്ളൂ. അതെപ്പം മരിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുവാന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ദാറ്റ് ഈസ് ത്രൂ ഫെയ്ത്ത് അവർ ഓൾഡ് സെൽഫ് ഹാസ് ടു ബി മോർട്ടിഫൈഡ്. അത് ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ, അടുത്ത വാക്യം വായിക്കുന്നതിന് മുൻപ് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാവുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരികയും വേണം. കണ്ടോ, ഇപ്പോൾ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ എന്താ? ക്ലീൻ ആക്കിയ ഒരു പാത്രം നമുക്കുണ്ട്. ആ പാത്രത്തിൽ അവൻ്റെ വിശുദ്ധി നിറയണം. എബ്രായ ലേഖനം 10:12 മനസ്സിലായോ? എങ്ങനെയാ കർത്താവ് നമ്മളെ നിറയ്ക്കുന്നത്?
യേശു ആണ് നമ്മളിൽ നിറയുന്നതെങ്കിൽ നമ്മൾ നിറയുന്നത് മുഴുവൻ സ്നേഹമെന്ന വേരിലായിരിക്കും, പരിജ്ഞാനത്തെ കവിയുന്ന ഒരു ക്യാരക്ടറിലായിരിക്കും, കർത്താവിൻ്റെ കൃപ വ്യാപരിപ്പിക്കുന്ന അവൻ്റെ പാത്രങ്ങളായിട്ടായിരിക്കും നമ്മൾ മാറുന്നത്. ആ വിശുദ്ധീകരണമാണ് അവൻ്റെ വിശുദ്ധി നാം പ്രാപിക്കേണ്ടതിനെന്ന് പറയുന്നത്. അവിടെ നമ്മൾ മറ്റുള്ളവരെ വിധിക്കുകയല്ല, അവരെ ചേർത്ത് നിർത്തി നന്നാക്കാൻ വേണ്ടി നമ്മൾ മരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇത് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്, ഇങ്ങനെ ആവാൻ വേണ്ടി. അപ്പോൾ ഇതിനകത്തൊരു ഹോപ്പും ഉണ്ട്, ഒരു ഹോപ്പ്ലെസ്നെസ്സും ഉണ്ട്. അതായത് ഹോപ്പ്ലെസ്നെസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവുമോ? നിങ്ങൾ എന്ത് പറയുന്നു? ആകുമോ? അടുത്ത വാക്യം നോക്കി. എന്നാൽ കണ്ടോ, ഈ വാക്യം നമ്മൾ എങ്ങനെ വായിച്ചുകൊണ്ടിരുന്നത് നിങ്ങളൊന്ന് ഓർക്കണേ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. അടുത്ത വാക്യം 21. സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറയും. അപ്പൊ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കർത്താവെ, ഞാൻ ഒരു ചെറിയ കാറാ ചോദിച്ചത്, ഇത്രയും വലിയ കാറ് നീ എനിക്ക് തന്നു, സ്തോത്രം. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അതല്ല ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ എന്താ ചോദിക്കുന്നത്? കർത്താവെ, നിന്റെ അതേ സ്വഭാവത്താൽ നിറഞ്ഞു വരാൻ എന്നെ സഹായിക്കണേ. ദൈവത്തിൻ്റെ എല്ലാ നിറവും ക്രിസ്തുവിലുണ്ട്. ആ ക്രിസ്തുവിൻ്റെ എല്ലാ നിറവും എന്നിൽ വരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നും, അത് നടക്കുന്ന കാര്യമാണോ? നീ വെറും ചെയ്സല്ലേ, യേശു അല്ലല്ലോ, യേശുവിനെ പോലെ നിനക്കാകാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ആത്മാവ് പറയാണ്, നീ ചോദിക്കാൻ നിനക്കൊരു കപ്പാസിറ്റി ഉണ്ടല്ലോ, അത്രയും ചോദിച്ചോ. അതിനേക്കാൾ കൂടുതൽ നിന്നെ ക്രിസ്തുവിനെ പോലെ ആക്കാൻ നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയും. നിനക്ക് എന്തുമാത്രം ചിന്തിക്കാൻ പറ്റുമോ, നമുക്ക് എന്തുമാത്രം കൺസീവ് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ മുമ്പോട്ടുള്ള യാത്ര ആലോചിക്കുമ്പോൾ ഞാൻ എന്തുമാത്രം വിശദീകരിക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അതിനേക്കാളും വളരെ വളരെ അധികം നിങ്ങളെ വിശദീകരിക്കാൻ ദൈവത്തിന് കഴിയും എന്നാണ് അവിടെ പറയുന്നത്. അത് നമ്മുടെ പിടിക്ക് വെളിയിൽ ദൈവം നമ്മളെ വിശദീകരിക്കണമെങ്കിൽ നമ്മൾ ആ പരിജ്ഞാനത്തിൻ്റെ, മാനുഷിക പരിജ്ഞാനത്തിൻ്റെ ആ സിംഹാസനങ്ങളെ വിടണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പം അവൻ്റെ വിശുദ്ധി നാം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ദൈവികമായൊരു പ്രക്രിയയാണ്. അവൻ്റെ സ്വഭാവം അവൻ നമ്മളിലേക്ക് പതുക്കെ 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 പകർന്ന് ജീവിതാന്ത്യമാകുമ്പോഴേക്കും യേശുവിന് അനുരൂപമായ സോഫ്റ്റായ സ്നേഹം നിറഞ്ഞ, ആരെയും വിധിക്കാത്ത, എല്ലാവരെയും സ്നേഹിക്കുന്ന, കരുണ പ്രസരിപ്പിക്കുന്ന, കൃപയൊഴുക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറും. അതല്ല വെറും മതത്തിൻ്റെ ബാഹ്യമായ നീതിയിലേക്ക് നമ്മൾ പോകുന്നതെങ്കിൽ അവസാന കാലം എല്ലാവരെയും കുറ്റം പറഞ്ഞ്, ആരും നന്നായിട്ടില്ല എന്ന് പരിതപിച്ച് എല്ലാവരെയും ശപിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇപ്പോൾ പല വിശുദ്ധന്മാരും അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ ഓർത്തത് അപകടകരമായ ഒരു ജംഗ്ഷനിലാണ് നിങ്ങൾ ഈ വചനം കേൾക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഇത് കേൾക്കുമ്പോൾ കർത്താവിനോട് പറയണം, കർത്താവെ, നിന്റെ നിറവിലല്ലാതെ ഒന്നിലും ആശ്വസിക്കാനോ വേറൊന്നിനു വേണ്ടി നിലവിളിക്കാനോ വേറെ ഏതെങ്കിലും നിറവിന് വേണ്ടി കരയാനോ എന്നെ നീ അനുവദിക്കരുത്. നീ അല്ലാതെ ഞാൻ ഒന്നിനെയും മോഹിക്കാത്ത വിശുദ്ധിയുടെ അവസ്ഥയിലേക്ക് നീ എന്നെ നടത്തണം. ഇതെല്ലാം ദൈവത്തോടുള്ള നമ്മുടെ ഞരക്കങ്ങളാണ്. നിങ്ങൾ എന്തോരം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയില്ല, എന്തോരം നിങ്ങൾ ഊഹിക്കുന്നുണ്ടെന്ന് അറിയില്ല. അതിനേക്കാളൊക്കെ ഉപരി വിശുദ്ധിയുടെ വസ്ത്രവുമായി നിങ്ങളെ നമുക്കൊന്നിച്ച് മുകളിൽ കാണുവാൻ ദൈവം അനുവദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറത്ത് ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് നമ്മളെ അനുരൂപരാക്കുവാൻ ഈ ആത്മാവിനാൽ ദൈവത്തിന് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഈ മാർക്കർ. ഈ പ്രയർ അതിനു വേണ്ടിയുള്ള വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള പ്രയറാണ്. യേശു എന്നിൽ വസിക്കാനുള്ള പ്രാർത്ഥനയാണ്. എത്ര പ്രാർത്ഥിച്ചാലും മതിയാകാത്ത, തീരാത്ത, മിനിറ്റ് ബൈ മിനിറ്റ്, മണിക്കൂർ ബൈ മണിക്കൂർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. കർത്താവെ, നിന്റെ നിറവിനാൽ ഒരു വാക്ക് സംസാരിക്കാൻ, നിന്റെ നിറവിനാൽ ക്ഷമിക്കാൻ, നിന്റെ നിറവിനാൽ സ്നേഹിക്കാൻ, നിന്റെ നിറവിനാൽ സ്നേഹത്തിൻ്റെ ആ അടിസ്ഥാനങ്ങൾ അറിയാൻ, നിന്നെ അറിയാൻ കർത്താവെ എന്നെ നീ സഹായിക്കണമേ. ദാറ്റ്സ് എ കണ്ടിന്യൂസ് ക്രൈ ഓഫ് എനി സെയിൻറ്റ്. ഏത് വിശുദ്ധൻ്റെയും തുടർച്ചയായ പ്രാർത്ഥന. അതാണ് പൗലോസ് എന്ത് പ്രാർത്ഥിക്കണം എന്നുള്ളതിൻ്റെ ഒരു സൂചന ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് അവസാനത്തെ ആ മാർക്കറിലേക്ക് പോകാം. ഇത് പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്കറാണ്. എബ്രായ ലേഖനത്തിലേക്ക് തന്നെയാണ് നമ്മൾ വരുന്നത്. 4-ാമത്തെ മാർക്കർ ഓഫ് ഹോളിനെസ്. അനേകമുണ്ട്. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമുക്ക് ഇങ്ങനെയുള്ള മാർക്കേഴ്സ് കാണാൻ പറ്റും. റെസ്റ്റ്, ലിസണിങ്, അണ്ടർ സബ്മിറ്റിംഗ് ടു ഡിസിപ്ലിൻ. നമ്മൾ ഒരു മനുഷ്യൻ വിശുദ്ധീകരിക്കപ്പെടുന്നതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ചാസനിങ്ങിനെ അവൻ സ്തോത്രത്തോടെ സ്വീകരിക്കുന്നതാണ്. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ പറയും ചാസനിങ്ങിനെ കുറിച്ച്, എന്നിട്ട് ഇങ്ങോട്ട് വരാം. ഞങ്ങളുടെ ചർച്ചിലൊരു ആൻറ്റി ഉണ്ട്. ഈ ആൻറ്റിക്ക് ഡോക്ടർ ഡയഗ്നോസിസ് ചെയ്തു 4th സ്റ്റേജ് ക്യാൻസറാണ്. അത് പെട്ടെന്നായിരുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. കാരണം കാലിനൊരിത്തിരി ക്ഷീണം തോന്നി, കാല് വയ്ക്കുമ്പോൾ ഒരു വീക്ക്നെസ് തോന്നി. ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ബ്രെയിനകത്ത് ക്യാൻസറാണ് മനസ്സിലാകുന്നത്, മുഴയുണ്ട് മനസ്സിലാകുന്നത്. അപ്പോൾ പുള്ളിക്കാരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്.
അപ്പോൾ അതുവരെ നല്ല എനർജറ്റിക് ആയിട്ട് കർത്താവിന് വേണ്ടി നടന്ന് സുവിശേഷം പറയാൻ നടന്ന് വീടുകൾ വിസിറ്റ് ചെയ്ത് അനേകരെ ആശ്വസിപ്പിച്ച് അങ്ങനെ ജീവിച്ച നല്ല വിശുദ്ധ ജീവിതം ഉണ്ടായിരുന്ന ഒരു സഹോദരി. അപ്പം ഈ ക്യാൻസർ ഡയഗ്നോസിസ് ചെയ്തപ്പം ഭർത്താവാണത് കേൾക്കുന്നപ്പം ഞങ്ങളുടെ അടുത്തുണ്ട് ക്യാൻസറിൻ്റെ പോസിബിലിറ്റി ഓഫ് ക്യാൻസർ ആണ് അതങ്ങനെ ആണെങ്കിൽ ഒരു 3 മാസത്തിൽ കൂടുതൽ ജീവിക്കില്ല. ഇതാണ് ഡോക്ടറുടെ ഡയഗ്നോസിസ്. അപ്പം ഈ ഹസ്ബൻഡിന് ഈ പേപ്പർ കാണിച്ചപ്പം ഞങ്ങൾ പറഞ്ഞു, ഇപ്പോൾ ആൻറ്റിയോട് പറയണ്ട അങ്കിളെ, കാരണം വീട്ടിൽ വരട്ടെ, സ്വസ്ഥമായി ഇരുന്ന് പതുക്കെ പറയാം. കാരണം റിക്കവറിയുടെ ഈ സ്റ്റേജിൽ, സർജിക്കൽ റിക്കവറിയുടെ സ്റ്റേജിൽ ഇങ്ങനെ കൂടുതൽ ടെൻഷൻ ഇടണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഈ അങ്കിൾ പറഞ്ഞു, ഇന്നേ വരെ ഞാനൊരു രഹസ്യവും എൻ്റെ ഭാര്യയിൽ നിന്ന് മറച്ചു വെച്ചിട്ടില്ല, ഇതും കയ്യിൽ വെച്ചുകൊണ്ട് എനിക്ക് സമാധാനമായിട്ട് നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പറയുമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു കർത്താവ് എന്താവും കോംപ്ലിക്കേഷൻ എന്നറിയത്തില്ല. ഈ അങ്കിൾ നേരെ പോയി ഭാര്യയോട് പറയാണ്, ഇങ്ങനെയാണ് സ്ഥിതി, ഇതാണ് റിപ്പോർട്ട്, ഡോക്ടർ പറയുന്നത് ഇത് ഇങ്ങനെയുള്ളൊരു ക്യാൻസറാണ്, 3 മാസം വരെയാണ് ഇതിൻ്റെ കപ്പാസിറ്റി ഉള്ളൂ, അങ്ങനെ പറഞ്ഞു. ആലോചിച്ച് നോക്കി. ഉടനെ ആൻറ്റി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു പേപ്പറും പേനയും തരാമെന്ന് ചോദിച്ചു. ഒരു കൈ തളർന്നു, ഒരു കൈ ആ സർജറി കഴിഞ്ഞപ്പോഴേ പിന്നെ അനങ്ങുന്നില്ല. മറ്റേ കൈ കൊണ്ട് മരുന്ന് ട്രേയിൽ വെച്ച് 6 പേജിലൊരു കത്തെഴുതി ഡോക്ടർക്ക്, അവിടുത്തെ നഴ്സുമാർക്ക്, ഞങ്ങൾക്കെല്ലാം. ഡോക്ടറോട് പറഞ്ഞ് നിങ്ങൾക്ക് രോഗത്തെ ചികിത്സിക്കാൻ പറ്റും, പക്ഷേ സ്വർഗത്തിൽ വിടാൻ പറ്റില്ല, അതും കൂടെ ആയാലേ ചികിത്സ പൂർത്തിയാവുള്ളതുകൊണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെടണം. ഇതാണ് എഴുതിയേക്കുന്നത്. അവസാനം ഞങ്ങൾ തലയുടെ സർജറി ആയതുകൊണ്ട് ഒരാഴ്ച കിടന്ന്, അപ്പം സന്ദർശകരെ അനുവദിക്കുന്നില്ല. അപ്പം ഞങ്ങൾ ഈ ആൻറ്റിയെ കാണാൻ വേണ്ടി ചെല്ലുമ്പം ഹോസ്പിറ്റലിൽ ബെഡിൽ, ഈ പ്രത്യേക ബെഡിൽ കിടക്കുന്നു, ആൻറ്റി കിടക്കുന്നു, ചുറ്റും 2-3 നേഴ്സുമാർ ഇന്ന് കരയുന്നുണ്ട്. അപ്പം ഞാൻ വിളിച്ചു എന്തു പറ്റിയെന്ന് വിചാരിച്ച് നോക്കുമ്പം ഈ നേഴ്സുമാർ അവരുടെ വിഷമങ്ങൾ ആൻറ്റിയോട് പറഞ്ഞ് ആൻറ്റി അവരെ ആശ്വസിപ്പിച്ച് അങ്ങനെ കരയുന്നതാണ്. അപ്പം ഈ ആൻറ്റി വന്നപ്പം റിക്കവർ ചെയ്ത് വന്നപ്പോൾ അത് ഡിസിപ്ലിനിങ് ആയി കഴിയുമ്പോൾ അറിയുന്നത് നമ്മുടെ ക്രിസ്ത്യാനിറ്റി യഥാർത്ഥമാണോ, ഫെയ്ത്ത് ഒറിജിനലാണോ എന്നുള്ള കാര്യം. അവിടെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമ്പം അതിനർത്ഥം യു ആർ ബീയിങ് സാങ്ക്ടിഫൈഡ് എന്നാണ്. സ്തുതിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വെപ്രാളത്തിലും റെസ്റ്റ്ലെസ്സിലും ആയാൽ നമുക്ക് ആകാൻ കേട്ടോ നാളെ ആയിക്കൂടാന്നില്ല. നമ്മളാരും ഭയങ്കര ബലവാന്മാരൊന്നുമില്ല. തക്ക സമയത്ത് ദൈവം തരുന്ന കൃപയാണ് നമ്മളതിനെ സഹായിക്കുന്നത്. ഇതൊരു അമാനുഷ്യമായ ഒരാളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരിക്കലും പ്രസൻറ്റ് ചെയ്യില്ല. ഷീസ് ആൻ ഓർഡിനറി വുമൺ ലൈക്ക് മീ ആൻഡ് യു ആൻഡ് മീ. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം തക്ക സമയത്ത് ചോദിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും ധൈര്യം തരാൻ കഴിവുള്ളവനാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ ദൈവത്തെ മാത്രമേ നമുക്ക് മഹത്വപ്പെടുത്താൻ അതുകൊണ്ട് കഴിയുള്ളൂ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളിൽ ചെയ്യാൻ. അപ്പോൾ ഈ ആൻറ്റി എന്നോട് പറയുക, പാസ്റ്ററെ, എന്നെ പാസ്റ്ററെ എന്നായിരുന്നു വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു ആൻറ്റി എന്നെ പാസ്റ്റർ എന്ന് വിളിക്കേണ്ട, പേര് വിളിച്ചാൽ മതി, കാരണം അതാണൊരു ബന്ധം. പുള്ളിക്കാരിക്ക് എന്ത് ചെയ്താലും പറ്റുന്നില്ല, ഇപ്പോഴും പറ്റുന്നില്ല. അപ്പം എന്നോട് പറഞ്ഞു എൻ്റെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട കേട്ടോ. ഞാൻ ചോദിച്ചു അതെന്താ? രോഗം മാറുന്ന എന്തിനാ? നമ്മൾ കർത്താവിൻ്റെ അടുത്തോട്ടല്ലേ പോകുന്നത്. അപ്പോൾ പിന്നെ ദൈവത്തിൻ്റെ സമയമാവുമ്പം ഞാൻ പോകാനല്ലേ നോക്കേണ്ടത്, ഇവിടെ കിടന്നിട്ട് എന്ത് ചെയ്യാനാ എന്നോട് ചോദിക്കുക. അപ്പം ഞാൻ പറഞ്ഞു ആൻറ്റി എന്ത് പറഞ്ഞാലും സഭയുടെ കടമയാണ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഈ രോഗം മാറാൻ വേണ്ടിയേ പ്രാർത്ഥിക്കുകയുള്ളൂ. പിന്നെ ആൻറ്റിയെ കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലയോ നോക്കിയത് ആൻറ്റിയും ദൈവമായിട്ടുള്ള കാര്യം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആൻറ്റിയെ കൊണ്ടുപോകണമെന്നും പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഞങ്ങൾ രോഗം മാറാൻ വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഞാൻ ആൻറ്റിയോട് ഒരു ചോദ്യം ചോദിച്ചു, ഇത് കർത്താവ് വിളിക്കുന്നതിന് മുമ്പേ പോകാനുള്ള പരിപാടി പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇപ്പം 3 വർഷം കഴിഞ്ഞു, കൈ നേരെയായി, ആൾ നേരെയായി. ഈ കഴിഞ്ഞ ആഴ്ച പോയി സ്കാൻ ചെയ്തപ്പം ക്യാൻസറിൻ്റെ ഒരു കാര്യവും ഉള്ളിലില്ല എന്ന് പറഞ്ഞാൽ ഒന്നും കാണാനില്ല. ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. പക്ഷേ പുള്ളിക്കാരിയെ സംബന്ധിച്ച് ഉണ്ടേലും ഇല്ലല്ലോ എന്നൊരു പ്രശ്നമില്ല, അതിനൊരു സന്തോഷവും ഇല്ല. ഞാനിത് നോക്കി, അത് വിശുദ്ധീകരണത്തിൻ്റെ ഒരു മാർക്കറാണ്. ഞാനങ്ങനെ അനേകരിൽ കണ്ടിട്ടുണ്ട്. ആ പ്രതിസന്ധിയുടെ നടുവിലൂടെ പോയി കഴിയുമ്പം ഡിസിപ്ലിനിങ് നടുവിൽ കർത്താവേ നീ എനിക്ക് ഡിസിപ്ലിനിങ് തന്നതിനായിട്ട് സ്തോത്രം എന്ന് പറയാൻ പറ്റിയാൽ അത് വിശുദ്ധീകരണം നമ്മളിൽ എന്തുമാത്രം നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, നാളെ നിങ്ങൾ എന്നെ ബലഹീനനായ അവസ്ഥയെ കണ്ടേക്കാം. നിങ്ങൾ വിചാരിക്കരുത് ചേസ് എന്ന് പറയുന്ന ആളുടെ കാര്യമാണ് പറയുന്നതല്ല. ദൈവത്തിന് നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികമായി നമ്മളിൽ ചെയ്യാൻ പറ്റുന്ന അവൻ്റെ അത്ഭുതത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആൻഡ് ഹീ ക്യാൻ സാങ്ക്ടിഫൈ യു ഈവൻ ബിയോണ്ട് വാട്ട് യു ക്യാൻ കൺസീവ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് നിങ്ങളെ വിശദീകരിക്കാൻ ദൈവത്തിന് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ആ അടുത്ത മാർക്കറിലേക്ക് പോകാം. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 1 മിനിറ്റ്, എൻ്റെ പേജ് മറിയാൻ ഇത്തിരി പാടാ. ഓക്കെ, 10-ാം വാക്യം തൊട്ട്. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക്
അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. ആ. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. ഓക്കെ. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന, രക്തം എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? വിശുദ്ധ മന്ദിരത്തിലേക്ക്. രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ, ശരീരം പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. അപ്പോൾ യാഗമർപ്പിക്കുമ്പം ഈ മഹാപുരോഹിതൻ രക്തവുമായി സാങ്ച്വറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ അതേ മൃഗം, നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് രക്തം കൊടുത്ത ആ മൃഗം, അതിൻ്റെ ശരീരം വെളിയിലിട്ട് ചുട്ടുകളയാണ്. ഭയങ്കര പെയിൻ അല്ലേ അത്? അടുത്ത വാക്യം. അങ്ങനെ യേശുവും 12-ാം വാക്യം. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടമനുഭവിച്ചു. അപ്പൊ മൃഗത്തിന്റെ ഉടൽ എങ്ങനെ ചുട്ടുകളയുന്നു, അതുപോലെ തന്നെ നഗരത്തിന് വെളിയിൽ യേശുവിൻ്റെ ശരീരം അർപ്പിക്കപ്പെടുമ്പോൾ അവൻ്റെ രക്തം സ്വർഗത്തിലെ ആ ടെമ്പിളിൽ, കൈകളാൽ തീർക്കാത്ത ദേവാലയത്തിൽ അവൻ്റെ രക്തം നമ്മുടെ പാപങ്ങൾക്കായി അർപ്പിക്കപ്പെടുന്ന ആ സമയത്ത്, അവൻ രക്തം ചൊരിഞ്ഞ ആ സമയത്ത് അവൻ്റെ ശരീരം നഗരത്തിന് വെളിയിൽ അപമാനിതമായി വസ്ത്രങ്ങളില്ലാതെ ലജ്ജാകരമായ അവസ്ഥയിൽ ക്രൂശിൽ ചുട്ടുകളയപ്പെടുകയായിരുന്നു. അതായത് ആ ശരീരം കൊല്ലപ്പെടുകയായിരുന്നു. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നേ? അടുത്ത വാക്യം. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട്. ഈ 12-ാം വാക്യം ഒന്നുകൂടെ വായിക്കും. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനങ്ങളെ വിശുദ്ധീകരിക്കേണ്ടത്. ആ വാക്ക് ശ്രദ്ധിച്ചോ? നമ്മൾ വിശുദ്ധീകരണം എന്നുള്ള വാക്കുകളുള്ള വാക്യങ്ങൾ മാത്രം എടുത്തിരിക്കും. ഇത് അനേകം വാക്യങ്ങളുണ്ട്. നമ്മുടെ സമയം ഇത്ര അനുവദിക്കുന്നു. അവൻ്റെ രക്തത്താൽ അവൻ നമ്മെ വിശുദ്ധീകരിക്കേണ്ടതിന്, അവൻ്റെ രക്തം അവൻ അർപ്പിക്കുമ്പോൾ അവൻ്റെ ശരീരം എവിടെയാണ്? പാളയത്തിന് പുറത്ത് കഷ്ടമനുഭവിക്കുകയാണ്. അടുത്ത വാക്യം. ആകയാൽ നാം അവന്റെ നിന്ദ ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. അപ്പൊ വിശുദ്ധീകരണത്തിനുള്ളൊരു വഴി എന്താണ്? നഗരവാതിലിന് പുറത്ത് കിടക്കുക, പാളയത്തിൻ്റെ വെളിയിൽ കിടന്ന് അവൻ്റെ ശരീരത്തെ നിന്ദിപ്പിക്കുന്ന ആ സ്ഥലത്ത് എങ്ങനെ പോകണം? അവൻ്റെ നിന്ദ ചുമന്നുകൊണ്ട് ലോകത്തിൻ്റെ സിസ്റ്റത്തിന് വെളിയിലേക്ക് നമ്മൾ പോകണം. മനസ്സിലാവുന്നുണ്ടോ? ഇതിനെയാണ് നമ്മൾ വേർപാട് എന്ന് പറയുന്നത്. എന്തിൽ നിന്നാണ് വേർപെടുന്നത്? ലോകത്തിൽ എല്ലാവരും മാനം നോക്കുമ്പോൾ നമ്മൾ പറയും ഞങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ നിന്ദ മതി എന്ന് പറയുന്ന ആ നിന്ദയാണ് നമ്മളെ ലോകത്തിൽ നിന്ന് വേർതിരിക്കുന്നത്. ലോകത്തിലെ ആളുകൾ മുഴുവൻ മാനം നോക്കുമ്പം നിങ്ങൾക്കറിയാം, ഇപ്പോൾ ശുശ്രൂഷകളെ നിങ്ങൾക്ക് വിവേചിക്കാൻ കുറച്ചുകൂടെ കഴിയും. ലോകത്തിൻ്റെ മാനം പറയുമ്പോൾ ഞാൻ ശരിക്കും ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത് ഞാൻ CSI ചർച്ചിലായിരുന്നു അന്ന് പോയിക്കൊണ്ടിരുന്നത്. ഓർത്തഡോക്സുകാരനായിട്ട് ജനിച്ചതെങ്കിലും ഞാൻ വോളണ്ടറിലി പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ ഓർത്തഡോക്സ് ചർച്ച് ഉപേക്ഷിച്ച് CSIയിൽ. അപ്പോൾ CSI ചർച്ചിൽ രക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം വളരെ കുറവാണ്. അതായത് മിക്കവാറും ആൾക്കാരും അത്യാവശ്യം കള്ളുകൂടിയും അത്യാവശ്യം ലോകപരമായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ രക്ഷിക്കപ്പെട്ടവർ മാത്രമേ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുള്ളൂ. പക്ഷെ ഞാനപ്പോൾ പെന്തക്കോസ്ത് ഉണ്ടെന്നപ്പോൾ എൻ്റെ വിചാരം, അന്ന് ഈ പഴയകാലത്തെ കാത്തലിക് സ്പിരിച്വാലിറ്റിയും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ വിചാരം കർത്താവിൻ്റെ കൂടെ കൂടിയാൽ കഷ്ടതയും ക്രൂശും സങ്കടവും അപമാനവും എല്ലാം സഹിക്കേണ്ടി വരും, വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഇറക്കി വിടും, അതൊക്കെയായിരുന്നു. അപ്പോൾ ഞാൻ സ്നാനപ്പെടാൻ പോകാമെന്ന് വീട്ടിലോട്ട് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു ബുധനാഴ്ച ചെന്ന് ഞാൻ എൻ്റെ അപ്പനോട് പറയുവാണ് ഞാൻ ഈ ശനിയാഴ്ച സ്നാനപ്പെടാൻ പോകും. അപ്പോൾ എൻ്റെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ അപ്പൻ വഴക്കുണ്ടാക്കും, ഇറങ്ങിപ്പോടാന്ന് പറയുന്നതൊക്കെയാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ അപ്പൻ എന്ത് പറഞ്ഞെന്നറിയോ? നീ നന്നായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എന്നാൽ സ്നാനപ്പെട്ടോളാൻ പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു. അവിടെ നിന്ദ വരുന്നില്ല, എനിക്കതാ കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷ, പക്ഷേ കിട്ടിയില്ല. ശനിയാഴ്ച സ്നാനപ്പെടാൻ നേരത്തെ അപ്പനും അമ്മയും ഡ്രസ്സൊക്കെ ആയിട്ട് വന്നേക്കുന്നു സ്നാനപ്പെടാൻ. അപ്പോൾ അവിടെ എനിക്ക് നിന്ദ കിട്ടിയില്ല. പക്ഷേ എൻ്റെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ എന്താണ് എല്ലാവരും വിശ്വാസത്തിൽ വരുന്ന ഒത്തിരി വിശുദ്ധന്മാരുടെ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം ഇവർ കഷ്ടതയിലൂടെ പോയി, നിന്ദയിലൂടെ പോയി, അപമാനത്തിലൂടെ പോയി. എനിക്കിതൊന്നുമില്ല, ഞാൻ മകനല്ലേ, ഇനി അങ്ങനെ ആയിട്ടില്ല, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് അവൻ്റെ കൂടെ കഷ്ടം അനുഭവിക്കാനുള്ള വരവും കൂടെ ലഭിച്ചിരിക്കുന്നത്. ചർച്ചിലേക്ക് എന്നപ്പോൾ അവിടെ പാസ്റ്റർമാരെന്താ പറയുന്നല്ലോ, നിന്നെ നിന്ദിച്ചവരുടെ ഇടയിൽ മാനിക്കുന്ന ഒരു ദൈവം. നമ്മൾ എന്തിനാ വന്നേ? അവൻ്റെ നിന്ദ ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ് വന്നത്. ഇവരെന്താ ചെയ്യുന്നത്? ഇവർ നിന്ദ എടുത്ത് പോട്ടെ നിന്നയൊക്കെ പോട്ടെ, നീ ഈ പാളയത്തിനകത്തോട്ട് കയറിക്കോ, അപ്പുറത്തെ ആൾക്കാരുടെ സക്സസ് കണ്ടോ, അതുപോലെ നിങ്ങളുടെ മക്കളും ജയിക്കണ്ടേ
അവർ വീട് പണിത കണ്ടോ, നിങ്ങൾക്കും വേണ്ടേ? ഇങ്ങനെ ചോദ്യത്തിൽ നമ്മൾ എങ്ങോട്ട് കെട്ടിയിരിക്കുവാ? പിന്നെ ഈ പാളയത്തിനകത്തോട്ട്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ ലോകത്തിൻ്റെ അതേ ചിന്താഗതി നമ്മുടെ ഉള്ളിലേക്ക് വന്ന് ആ ചിന്താഗതിയിൽ അവനേക്കാൾ മിടുക്കനാക്കി മാറ്റുന്ന ഒരു ദൈവത്തെ പ്രസന്റ് ചെയ്ത് നമ്മൾ ക്രിസ്തുവിൻ്റെ നിന്ദയെ അവഹേളിക്കുകയാണ് ചെയ്തത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇപ്പൊ വേർപാടെന്ന് ശരിക്കും പറയുന്നത്, ലോകം അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല, ലോകം എന്നെ നിന്ദിച്ചാലും കുഴപ്പമില്ല, ക്രിസ്തുവിൻ്റെ നിന്ന ചുമന്നുകൊണ്ട് ഞാൻ നടക്കാൻ തയ്യാറാണ്. മനസ്സിലാവുന്നുണ്ടോ വേർപാട് എന്താന്ന്? അത് ബാഹ്യമായൊരു വേർപാട് വളരെ എളുപ്പമാണ്. ബാഹ്യമായ വേർപാട് നമുക്ക് കുറച്ചൊക്കെ ഉണ്ട് താൻ, എളുപ്പമാണത്. പക്ഷേ ആന്തരികമായൊരു വേർപാട് നമുക്ക് എടുത്താൽ പൊങ്ങാത്ത ഒരു ബാസ്ക്കറ്റാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇപ്പൊ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരോട് എന്താ നമ്മൾ പഠിപ്പിക്കുന്നത്? എന്താണ് ലോകത്തിൽ ഏറ്റവും വലുത്? പണമില്ലാതെ എങ്ങനെ ജീവിക്കൂടാ എന്നാണോ നമ്മൾ പഠിപ്പിക്കുന്നത്? എങ്കിൽ നമ്മൾ വേർപെട്ടിട്ടില്ല. അവരുടെ ഉള്ളിൽ വളർന്നു വരുന്ന വിഗ്രഹങ്ങൾ എന്താണ്? പണവും വിദ്യാഭ്യാസവും ലോകത്തിലെ മഹത്വവുമാണോ നമ്മൾ അവർക്ക് ഫീഡിംഗ് ആയിട്ട് കൊടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ക്രിസ്തുവിൻ്റെ നിന്ദയെ അപമാനമാക്കി കാണാൻ പഠിപ്പിക്കുകയാണ്. ഈ വിശുദ്ധീകരണം എന്താണ്? എങ്ങനെയാണ് അവൻ്റെ നിന്ദ നമ്മളെ വിശുദ്ധീകരിക്കുന്നത്? നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സരിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കും. അപ്പം ആ വാക്യം നമുക്ക് ഒന്നും കൂടെ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ ഒന്നും കൂടെ ഞാൻ ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. നിങ്ങൾ എൻ്റെ ബൈബിളിൻ്റെ ബാക്കിലേക്ക് നോക്കിക്കേ. ആത്മാവ്, ദേഹി, ദേഹം അല്ലേ? ആത്മാവ് ജീവിച്ചിട്ടില്ലാത്ത ഒരാൾ എങ്ങനെ ജീവിക്കുന്നത്? ദേഹിയും ദേഹവും തമ്മിലുള്ളൊരു കൊളാബറേഷനാണ് അവരുടെ ജീവിതം. ഇതിനാണ് നമ്മൾ ജഡം എന്ന് പറയുന്നത്. ജഡം എന്ന് പറയുന്ന ആത്മാവില്ലാത്ത അവസ്ഥയിൽ ദേഹിയും ദേഹവും കൂടെ നടത്തുന്ന ആ ഗവൺമെൻറ്റാണ്. ഓക്കെ, ഇപ്പോൾ ദേഹം പറയാണ്, എനിക്ക് ഈ ബെഡ് പോരാ, കുറച്ചുകൂടി നല്ല ബെഡ് ഉണ്ടോ അല്ലേ ഞാൻ കിടക്കുകയുള്ളൂ. അപ്പം ദേഹി പറയും, എനിക്ക് അത്രയും പൈസ ഇല്ല ചിലവാക്കാൻ, നീ ഇവിടെ കിടന്നാൽ മതി, പായേ ഉള്ളൂ, കിടന്നോ. ഇങ്ങനെ രണ്ടും കൂടെ കൂടി ആലോചിച്ച് കുറച്ച് പൈസ കടം വാങ്ങിച്ചാണെങ്കിലും കുറച്ച് നല്ലൊരു ബെഡ് ഉണ്ടാക്കി ഇടുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മുടെ ജീവിതം മുഴുവൻ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ആത്മാവിൻ്റെ ശബ്ദം വേറെയാണ്. അപ്പോൾ വളരെ നാളുകളായിട്ട് ഈ ജഡം മാത്രമേ ഉള്ളൂ, നമുക്ക് ആത്മാവില്ലായിരുന്നു അല്ലേ? ഒരു കാലത്ത് നമ്മൾ മരിച്ചവരായിരുന്നു, അപ്പം നമുക്ക് ആത്മാവിൻ്റെ ഒരു ശബ്ദം ഉണ്ടായിരുന്നില്ല. എന്നാൽ ആത്മാവ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? ഈ മനസ്സുണ്ടല്ലോ, മനസ്സ്, ദേഹി പതുക്കെ ഇടയ്ക്കിടയ്ക്ക് ആത്മാവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങും. ആദ്യമൊക്കെ ദേഹി ആത്മാവിനെ ശ്രദ്ധിക്കുന്ന ഗതികേട് കൊണ്ടാണ്, കാരണം വേറെ വഴിയില്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ എന്ത് ചെയ്താലും നടക്കാത്തൊരു സാഹചര്യം വരുമ്പം, ബുദ്ധി കൊണ്ട് വർക്ക് ചെയ്യാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് ആദ്യം ഈ ദേഹി പറയുന്നത് നമ്മൾ കേൾക്കുന്നത്. ആത്മാവ് പറയുന്നത് ഈ ദേഹി കേൾക്കുന്നത്. അങ്ങനെ കേട്ട് കഴിയുമ്പം ദേഹിക്ക് ഒരു കാര്യം മനസ്സിലാവും, ഈ ദേഹത്തിൻ്റെ ചോദനകൾ അനുസരിച്ചും നമ്മുടെ യുക്തി അനുസരിച്ചും ജീവിച്ചപ്പോൾ കിട്ടാത്ത ആനന്ദം ഈ ആത്മാവ് പറയുന്ന കേൾക്കുമ്പോൾ ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ കുറേ പൈസ മുടക്കി ഹോട്ടലിൽ പോയിരുന്ന് ഫുഡ് കഴിക്കുമ്പം കിട്ടാത്ത ആനന്ദം ആ പൈസ എടുത്തൊരു പാവപ്പെട്ടവൻ്റെ പുഞ്ചിരി കാണുമ്പോൾ ഉണ്ട് എന്ന് പറയുന്ന പോലെ, ജഡത്തിൽ നമ്മൾ എത്ര എൻജോയ് ചെയ്താലും കിട്ടാത്ത ആനന്ദം ആത്മാവിൻ്റെ ഒരു ശബ്ദം കേട്ടാൽ നമുക്ക് ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇപ്പം പ്രഷ്യസ് എന്താണ്? ആത്മാവിൻ്റെ ആ ഒരു ശബ്ദം കേൾക്കുക എന്നുള്ളതാണ്. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുക, ഞാൻ നിന്നിൽ ഇന്ന് പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു ശബ്ദം കേട്ടാൽ നമുക്കൊന്നും ഉറക്കം വരില്ല, സന്തോഷം കാരണം ലോകത്തിലെ ഏറ്റവും മനോഹരമായ വാക്കാണ് എന്നിൽ ദൈവത്തിന് സന്തോഷം ഉണ്ടാവുക എന്ന് പറയുന്നത്. അത് എന്നിൽ ഉണ്ടാവുകയില്ല, അത് ക്രിസ്തുവിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ക്രിസ്തുവിലുള്ള എൻ്റെ വിശ്വാസത്തിന് അവനെ പ്രസാദിപ്പിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ കുഞ്ഞു പരീക്ഷകൾ ജയിക്കുമ്പോൾ, കാല് എടുത്തു വെച്ച് നടന്നു തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പ്രസാദം നമുക്കുണ്ട് എന്ന് നമ്മൾ കർത്താവിൽ നിന്നൊരു ശബ്ദം കേട്ടാൽ അതുപോലെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന വേറൊരു കാര്യവുമില്ല. അപ്പോൾ പതുക്കെ മനസ്സിനൊരു കാര്യം മനസ്സിലാവും, സിനിമ കാണുന്നതിനേക്കാളും കുശുമ്പ് പറയുന്നതിനേക്കാളും നാട്ടുനടപ്പനുസരിച്ച് ജീവിക്കുന്നതിനേക്കാളും ആനന്ദം എനിക്ക് എവിടെ നിന്നുണ്ട്? ഈ ആത്മാവ് പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴുണ്ട്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? നേടിക്കൂട്ടുന്നതിനേക്കാളും ആനന്ദം വിട്ടുകൊടുക്കുന്നതിനകത്തുണ്ട്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞേ? C.T. സ്റ്റഡ് എന്ന് പറഞ്ഞൊരു വലിയൊരാളുണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം C.T. സ്റ്റഡ്. അദ്ദേഹം ഒരു ക്രിക്കറ്റ് താരമായിരുന്നു, അതുപോലെ ഒരു മിഷണറിയുമായിരുന്നു.
ഭയങ്കര സമ്പത്തുള്ള ആളായിരുന്നു. അദ്ദേഹം കല്യാണം കഴിക്കാൻ പോയ കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം കല്യാണം കഴിക്കാൻ പോയി ഭാര്യയോട് പറഞ്ഞു, നീ പ്രഭുവായ പണക്കാരനായ സീറ്റി സ്റ്റഡിനെ കെട്ടാൻ പോകുന്നു വിചാരിക്കേണ്ട, കാരണം എൻ്റെ സ്വത്ത് മുഴുവൻ ഞാൻ ഹഡ്സൺ ടൈലർക്ക് മിഷന് കൊടുത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് ജീവിക്കാൻ വേണ്ടി ഒരു 3500 പൗണ്ടും ഒരു ചെറിയ വീടും മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തത്? അപ്പോൾ മറുപടി ദൈവം പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞെന്താണെന്നറിയോ, നിങ്ങളൊരു കള്ളനാണ്, ഞാൻ നിങ്ങളോട് ജീവിക്കില്ല, കാരണം ദൈവം പറഞ്ഞെങ്കിൽ ഇതും കൂടെ കൊടുത്തിട്ട് വരണം. അവൻ അതെല്ലാം കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നു. ഇവർ സുശേഷയിലേക്ക് പോയി. അവസാനം ഒരു ആഫ്രിക്കയിൽ താമസിച്ച വീടിൻ്റെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു ഫോട്ടോയാണ്. അതായത് നമ്മുടെ ഇന്ത്യയിലൊക്കെ സ്ലം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ബോംബെയിൽ അവിടെ ഇവിടെയൊക്കെ പോകുമ്പം. അതൊന്നും ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു 4 ഓല അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ആ ഷെഡ്, വീട്ടിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് ഒരു പുസ്തകത്തിനകത്ത് എൻ്റെ ഫോട്ടോ. അത് ബക്കിംഗ്ഹാം പാലസ് ആണെന്നാണ് പുള്ളി വിചാരിച്ചിരുന്നത്. കാരണം ഈ സ്വത്തെല്ലാം ഉപേക്ഷിച്ചപ്പോൾ പുള്ളിക്ക് കിട്ടിയ ആനന്ദം നിങ്ങൾ ഈ ലോകത്തെ മുഴുവൻ നേടിയാലും നിങ്ങൾക്ക് കിട്ടത്തില്ല. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കുമ്പം അകത്ത് കർത്താവിൻ്റെ ജീവൻ വന്നിട്ട് ആ പുറന്തോട് പൊളിയുമ്പോൾ ഉണ്ടാകുന്ന ആ സുഖം, ആ രസം, ആ ആനന്ദം, ഈ അകത്തെ പ്രാണൻ അനുഭവിക്കാൻ തുടങ്ങുമ്പം പതുക്കെ അവൻ ശരീരത്തോട് പറയും, ഇനി പറ്റില്ല നിന്റെ ശബ്ദങ്ങൾ, എനിക്ക് ആത്മാവിൻ്റെ ശബ്ദം മതി. അപ്പം ശരീരം പറയും, ഇന്നും ഇടില്ല രാവിലെ. അപ്പം മനസ്സ് പറയും, അത് മതി, കാരണം ഇത്രയും നാൾ ഞാൻ നിന്റെ ശബ്ദം കേട്ട് നിന്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് നടന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നീ തന്നതെല്ലാം കുറച്ച് നേരത്തെ സന്തോഷമാണെന്നും. ജനങ്ങൾ പുകഴ്ത്തി പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അതിന് ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു കെമിക്കലാണ് ഈ പ്രണയം ഉണ്ടാക്കുന്നതും അധികാരങ്ങളിൽ നമ്മളെ നിലനിർത്തുന്നതും. നമ്മളിപ്പം പ്രസംഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, ഓ ചേസ് ഫാസ്റ്റ് ഭയങ്കര പ്രസംഗമായിരുന്നു കേട്ടോ, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഡോപ്പമിൻ എൻ്റെ ഉള്ളിൽ കത്തും, കുറച്ചും കൂടെ അങ്ങനെ കേൾക്കണം, അപ്പം നിങ്ങളെ കുറച്ചുകൂടി രസിപ്പിക്കണമെന്ന് എനിക്ക് തോന്നും. ഇതിങ്ങനെ നിലനിന്ന് പോകുന്നത് എല്ലാം താൽക്കാലികമാണ്. കുറേ കഴിയുമ്പോൾ ഇതെല്ലാം മനുഷ്യന് മടുക്കും, ആൾക്കാരെ പെട്ടെന്ന് മടുക്കും പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് അതിലൊന്നും ഒരു കാര്യമില്ലെന്നും ദൈവം ഒരു വാക്ക് നല്ലതെന്ന് പറയുന്നത് നിലനിൽക്കുന്ന കാര്യമാണെന്നും എൻ്റെ ഉള്ളം മനസ്സിലാക്കുമ്പോൾ ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് നിർത്തും. അവിടെയാണ് നമ്മുടെ വേർപാടിൻ്റെ യാത്ര ആരംഭിക്കുന്നത്. നമ്മളെപ്പോൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന നിർത്തുമോ? ഞാൻ ഇവിടെ സ്റ്റേജിൽ നിന്നുകൊണ്ട് നിങ്ങളെ പ്രസാദിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ വേർപാടുകാരനല്ല. ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ എന്നെ വേർപെടുത്തിയാലും എനിക്ക് ദൈവത്തിൻ്റെ സന്തോഷം എൻ്റെ പ്രാണന് അനുഭവിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ പ്രാണൻ പറയാണ്, ഇനി ഞാൻ നിൻ്റെ കൂടെ ഇല്ല ശരീരം. ഇതാണ് ഈ വാക്യം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി, അതായത് ദൈവത്തെ വർഷിപ്പ് ചെയ്യുമ്പം എന്ത് സംഭവിക്കുന്നു? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. അടുത്ത വാക്യത്തിൽ പറയുന്ന മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. അപ്പോൾ 2 കാര്യങ്ങൾ നോക്കി. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നു, പിന്നെന്ത് സംഭവിക്കുന്നു? ശരീരം യാഗമാകുന്നു. ഈ പിക്ചറോട്ട് ഒന്നുകൂടെ നോക്കി. ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് മനസ്സിനെ പതുക്കെ ചാക്കിടുന്നു പറഞ്ഞാൽ ബോധിപ്പിക്കുന്നു ഏതാണ് സത്യമെന്ന്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും തേജസ്സിനെക്കുറിച്ചും ആത്മാവ് ആരോട് സംസാരിക്കും? ഈ പ്രാണനോട് സംസാരിക്കും. പതുക്കെ പ്രാണൻ തീരുമാനിക്കും, ശരീരത്തിൻ്റെ കൂടെ ജീവിച്ച നാശമാണ്, ജഡചിന്തകൾ മരണമാണ്. റോമർ 8 ഇത് വായിക്കേണ്ടത്, എന്നാൽ സമയമില്ല. ജഡചിന്തകൾ മരണമാണ്. മനുഷ്യർ മറ്റുള്ളവർ ജഡത്തിൽ വസിക്കുന്നവർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കരുത്, അത് മരണമാണ്, അത് സന്തോഷം തരില്ല. ആത്മാവ് മാത്രമേ സന്തോഷം തരുള്ളൂ. അതുകൊണ്ട് എൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ചെന്ന് എല്ലാം വിറ്റാ വയൽ വാങ്ങുന്നത്. സീറ്റ് ഷെഡ് സന്തോഷത്തിലാണ് അവൻ്റെ സ്വത്തെല്ലാം വേണ്ടിയിട്ട് യേശുവിൻ്റെ കൂടെ ഇറങ്ങുന്നത്. കാരണം അവന് ലോകത്തിലെ എന്തിനേക്കാളും കൂടുതൽ ഈ ആത്മാവിന് അവനെ സന്തോഷിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആത്മീയൻ്റെ പ്രത്യേകത ഏതാണ്? ഹി എൻജോയ്സ് വാട്ട് കംസ് ഫ്രം ദ സ്പിരിറ്റ്. ആത്മാവിൻ്റെ ശബ്ദങ്ങൾ. ദൈവം സംസാരിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദൈവം സംസാരിച്ചു. അത് ഭയങ്കര സംസാരമാണ്, അത് വലിയ സന്തോഷവുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നഷ്ടങ്ങളുണ്ടാവും. ഞാനൊരു ചെറിയ കഥ കൂടെ പറയാം. ഞങ്ങളുടെ വീട്ടിൽ, എൻ്റെ ഭാര്യ വീട്ടിൽ സ്വത്ത് വിഭജിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ ഭാര്യയുടെ ആങ്ങളെ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാം തുല്യമായിട്ട് വിധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, ഞങ്ങൾക്ക് അതിന് സ്വത്തിൻ്റെ ആവശ്യമില്ല, ഞങ്ങളത് അവകാശം എടുക്കുന്നില്ല എന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അങ്ങനെയല്ല, ഇത് നിങ്ങൾ എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. അപ്പോൾ ഞാൻ രാവിലെ എനിക്കൊരു ചിന്ത തോന്നുകയാണ്, ഈ സ്വത്ത് ഇങ്ങനെ ബലമായിട്ട് തരുവാണെങ്കിൽ ഇതുകൊണ്ട് മിഷണറിമാർ പ്രായമായി റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് റിട്ടയർമെൻറ്റ് പോകാൻ തുടങ്ങാം. എനിക്ക് ഭയങ്കര സന്തോഷം, എനിക്ക് അങ്ങനെ ഒരു ഐഡിയ തോന്നിയാൽ. അപ്പോൾ ഞാൻ അന്നേരം വിചാരിച്ച ആത്മാവ് പറയുന്നതെന്ന്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് നിന്നപ്പം ഞാനൊരു ശബ്ദം കേൾക്കുക, നിൻ്റെ പണി തീർന്നു, നീ റിട്ടയർ ചെയ്തോ. ഞാനോട് ചുറ്റുമെല്ലാം നോക്കി, ആരാ എന്നോട് സംസാരിക്കുന്നത്? അശരീരിയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് 1-2 പ്രോഗ്രാമുകൾ ക്യാൻസലായപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ് എന്നോട് പറഞ്ഞത്, നീ റിട്ടയർ ചെയ്തോളാൻ. കാരണം ഇപ്പം ഞാൻ എന്തിനു വേണ്ടി അന്വേഷിക്കുന്നത്? എവിടെയോ ഉള്ള ആർക്കും റിട്ടയർമെൻറ്റ് പോകാൻ പണിയാൻ. പക്ഷേ എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് കണ്ടുപിടിച്ചു. എന്താണെന്നറിയോ? ഞാൻ ഒരു കാലത്ത് റിട്ടയർ ചെയ്യും. അപ്പോൾ എൻ്റെ ഭാര്യയുടെ വീട്ടിലെ പൈസ കൊണ്ടല്ലേ മേടിച്ചേക്കുന്നത്. അപ്പം എനിക്കൊരു റൂം അവർ തരാതിരിക്കത്തില്ല.
അപ്പോൾ റിട്ടയർമെൻറ്റ് കൺസേൺ എൻ്റെ ഉള്ളിൽ വന്നു ആത്മാവിന് മനസ്സിലായി. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നീ റിട്ടയർമെൻറ്റിനുള്ള പണിയല്ല നോക്കുന്നത്, നീ പണി നിർത്തിക്കോ, റിട്ടയർ ചെയ്തോ, റിട്ടയർമെൻറ്റ് ഹോം തുടങ്ങാനുള്ള പൈസ ഞാൻ തന്നേക്കാം. പ്രിയ സഹോദരങ്ങളെ, ഇത് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഭയങ്കര സന്തോഷം തോന്നി. എന്താണെന്നറിയോ? കർത്താവ് എന്നെ അതിനകത്ത് നിന്ന് രക്ഷിക്കുക. അതിനകത്തുനിന്ന് ഈ ശബ്ദം ദൈവം എന്നെ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രാണൻ സന്തോഷിക്കുന്നത് റിട്ടയർമെൻറ്റ് ഹോം തുടങ്ങുന്നതിലല്ല. കർത്താവ് എന്നോട് പറഞ്ഞു, നീ വൃദ്ധനായാലും നീ അനാഥനാവുകയില്ല, കാരണം നീ ജീവിക്കുന്നത് ഞാനുള്ളത് കൊണ്ടാണ്, അല്ലാതെ നിനക്കെന്തെങ്കിലും ഉള്ളത് കൊണ്ടല്ല. കാരണം നിനക്കൊരു പിതാവ് സ്വർഗത്തിൽ ഉണ്ട്. ഈ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ആനന്ദമുണ്ട്. പതുക്കെ പതുക്കെ ലോകം ചിന്തിക്കുന്നത് പോലെ നമ്മൾ ചിന്തിക്കാവുന്നത് വിട്ട് കളയും. മനസ്സിലാവുന്നുണ്ടോ? ലോകം ചിന്തിക്കുന്ന പോലെ പിന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ദൈവം എവിടെ സന്തോഷിക്കുന്നു അവൻ്റെ ആനന്ദം എനിക്ക് എങ്ങനെ കിട്ടും? അതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയുമ്പോൾ നമ്മുടെ മനസ്സ് എന്ത് ചെയ്യുന്നറിയോ? പതുക്കെ 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 ആത്മാവിനോട് പറ്റിച്ചേരും. ഇതിനെയാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറയുന്നത്. മനസ്സിന് പിന്നെ അതൊന്നും ഇഷ്ടപ്പെടത്തില്ല, ഈ ലോകത്തിൻ്റെ ഒന്നും ഇഷ്ടപ്പെടുകയില്ല. മരിക്കുന്നതിന് തൊട്ട് മുമ്പ്, ആ മോമെൻറ്റിൽ, മരിക്കുന്നതിന് തൊട്ട് മുമ്പൊന്നും പറയാൻ പറ്റില്ല, ആ മോമെൻറ്റിൽ എന്താ സംഭവിക്കുന്നറിയോ? ഈ ആത്മാവ് എന്താണോ അത് തന്നെ മനസ്സുമായി മാറും. പിന്നെ മനസ്സിന് ഈ ലോകത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. നമ്മൾ നേരെ ശരീരം നന്നായിട്ടില്ലല്ലോ, ശരീരം നന്നായോ? അതിനെ ഇവിടെ വിട്ടിട്ട് ഞാൻ കർത്താവിൻ്റെ അടുത്തേക്ക് പോകും എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവും എൻ്റെ മനസ്സും പൂർണ്ണമായും ഒരുപോലെ ഒരു യൂണിറ്റായി മാറി ജീവനുള്ള ദേഹിയായി ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുത്തേക്ക് പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വിശുദ്ധീകരണം എന്ന് പറഞ്ഞത് നമ്മുടെ ശാരീരിക ചിന്തകളിൽ നിന്നും ലോകത്തിൻ്റെ തത്വങ്ങളിൽ നിന്നും നമ്മളെ വേർപെടുത്തി ആ മരണസമയമാകുമ്പോഴേക്കും നമ്മുടെ ആത്മാവ് എന്തു പറയുന്നു എന്ന് വ്യക്തമായി കേൾക്കാനും പ്രാണന്റെ ചപലതകൾ എന്താണെന്ന് വിവേചിക്കാനും ആത്മാവ് എന്തു പറയുന്നോ അവിടെ തന്നെ എത്തുവാനും അതിൽ പൂർണ്ണരാകുവാനും, അതായത് നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ ഓട്ടം കംപ്ലീറ്റ് ആകുന്നത് നമ്മൾ എപ്പം മരിക്കുന്നോ ആ സെക്കൻഡിലാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഇതെല്ലാം. അപ്പം ഈ വേർപാടെന്ന് പറയുന്നത് ശരിക്കുള്ള വേർപാട് ചിന്താഗതികളിൽ, ജീവിതത്തിൽ, ആളുകളോട് ഇടപാടുകളിൽ. അവർ പറയും, ഛേ നീ എന്ത് മണ്ടനാടാ. ആണ്, കർത്താവിൻ്റെ കൂടെ പോകാൻ വേണ്ടി ഞാൻ മണ്ടനായതാണ്. അതാണ് നല്ലത്. കാരണം അതിനകത്ത് ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ മരണമെന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രൊമോഷനാണ്. എന്താ പ്രൊമോഷൻ എന്നറിയോ? നമ്മുടെ മനസ്സ് രക്ഷിക്കപ്പെട്ടു, ദേഹി രക്ഷിക്കപ്പെട്ടു. ഇനി കാത്തിരിക്കുക, ഈ ശരീരവും കൂടെ രക്ഷപ്പെട്ടു വരാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ചെയ്യുന്നത്. അപ്പം ശരിയായ വേർപാട്. ഇനി ഒറ്റ കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ഒരു ഒറ്റ കാര്യം കൂടെ, അതായത് യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് യേശുവിനെ പോലെ നമ്മൾ ആകുന്നത്, അല്ലേ? യേശുവിനെ പോലെ ആകുന്ന. ഈ യേശുവിനെ പോലെ ഞാൻ ആകണമെങ്കിൽ എൻ്റെ പരിശ്രമങ്ങൾ കൊണ്ട് അത് കഴിയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? വിശ്വാസത്താലാണ് കഴിയുന്നത്. എന്തുമാത്രം ആകുമെന്നും നമുക്കറിയത്തില്ല. ഒരു 40 നില കെട്ടിടമാണ് യേശുവിൻ്റെ വിശുദ്ധീകരണം എന്ന് വിചാരിച്ചോ, യേശുവിനെ പോലെ ആകാൻ വേണ്ടിയുള്ള ലെവൽ. ഞാനിവിടെ ഓടുവാണ്, നിങ്ങളെല്ലാവരും ഓടുവാണ്. ഞാൻ 2ാം നില എത്തിയപ്പോൾ ഞാൻ തീർന്നു. വേറൊരാൾ 7ാം നില വരെ ഓടി. പൗലോസ് 30 നില വരെ ഓടി എന്ന് വിചാരിച്ചോ. 50 നിലയാണ് യേശുവിൻ്റെ വിശുദ്ധി എന്ന് വിചാരിച്ചോ. ഓക്കെ, എവിടെ വെച്ച് നമ്മൾ മരിക്കുന്നോ അവിടെ വെച്ച് നമ്മുടെ ഓട്ടം പൂർത്തിയായി. നമ്മൾ കർത്താവിനെ ലക്ഷ്യമാക്കിയാണ് ഓടിയതെങ്കിൽ കർത്താവിൻ്റെ അതേ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരാകും. മനുഷ്യരെ ലക്ഷ്യമാക്കി ഓടിയതെങ്കിൽ ആ തേജസ് നമുക്ക് ഉണ്ടാവുകയില്ല. വിശദീകരണം ആ അളവ് കുറയും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അത് കുറച്ചുകൂടെ വിശദീകരിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മളൊരു ടാർഗറ്റ് ബോർഡ് ഉണ്ടെന്ന് വെച്ചോ, നടുക്കൊരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിച്ചോ. നിങ്ങൾ ദൂരെ നിന്ന് ആരോ എറിയോ, ഇത് കൊള്ളിക്കുക ലക്ഷ്യം യേശുവിനെ പോലെ ആകാൻ വേണ്ടിയാണ്. അവൻ പെർഫെക്റ്റ് ആയിട്ട് എല്ലാം കൊള്ളിച്ചതാണ്. പക്ഷെ നമ്മൾ അവിടെ ആ ഒരു ടാർഗറ്റിൽ കൊള്ളിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഒരിക്കൽ പോലും ടാർഗറ്റ് കൊള്ളുന്നില്ല. കാരണം ഉന്നം തെറ്റിപ്പോകുന്നു, കാറ്റുണ്ട്, ചെറിയ ആരമാണ്, അവിടെ ഇവിടെയൊക്കെ വീഴുന്നു. അപ്പം നമ്മൾ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് പറയും, കർത്താവ് ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നടാ നിൻ്റെ ലൈഫ്? അപ്പം ഞാൻ പറയും, ഒന്നും ശരിയായില്ല കർത്താവേ, നീ ജീവിച്ച പോലെ ഒന്നും ജീവിക്കാൻ പറ്റില്ല. പ്രസംഗമൊക്കെ ഇഷ്ടംപോലെ കേട്ടു, പ്രാർത്ഥിച്ചു, നിലവിളിച്ചു, കരഞ്ഞു, ആഗ്രഹം ഉണ്ടായിരുന്നു, ഞരക്കത്തോടെ നടന്നു, പക്ഷെ ഒരു അമ്പ് പോലും നീ വിചാരിച്ചെടുത്ത് കൊള്ളിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ കർത്താവ് പറയും, അപ്പം നീ എങ്ങോട്ടാണ് പോകുന്നത്? നരകത്തിലോട്ടാണോ സ്വർഗ്ഗത്തിലോട്ടാണോ? അപ്പം ഞാൻ ചോദിക്കും, കർത്താവ് നരകത്തിൽ പോകാനല്ലാതെ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. അപ്പോൾ കർത്താവ് പറയും, നിന്നെ ഞാൻ നരകത്തിൽ വിടുന്നില്ല. എൻ്റെ കാര്യം നിൻ്റെ പ്രവൃത്തിയല്ല ഞാൻ നോക്കിയത്, നിൻ്റെ ഉള്ളിൻ്റെ ഹൃദയത്തിൻ്റെ ഞരക്കമാണ്. നീ എങ്ങോട്ടാണ് ഉന്നം വെച്ചതെന്നാണ് ഞാൻ നോക്കിയത്. അപ്പം ഉന്നം യേശു ആണെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ യേശു ജീവിച്ച അതേ വിശുദ്ധി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരിക ചെയ്യുന്നത്. അവൻ്റെ വിശുദ്ധി നമ്മൾ പ്രാപിക്കുന്നത് അവൻ വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിച്ച് അവൻ്റെ സ്വഭാവങ്ങൾ നമ്മളിലൂടെ വെളിപ്പെടുത്തുമ്പോഴാണ് നമ്മൾ മറ്റ് ജനങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആകുന്നത്. അതുകൊണ്ട് നമ്മൾ ഓടി തീർത്തില്ലെങ്കിലും ഉന്നം വെക്കുന്നത് അങ്ങോട്ടാണെങ്കിൽ നമ്മുടെ ഉന്നമാണ്, നമ്മുടെ ഞരക്കമാണ് നമ്മുടെ വിശുദ്ധീകരണമായിട്ട് മാറുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിലെ ഞരക്കമെന്ന് പറയുന്നത് കർത്താവെ നീ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആവുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. ലോകം മുഴുവൻ എന്നെ മണ്ടൻ എന്ന് വിളിച്ചാലും നിന്ദിച്ചാലും എനിക്ക് നിന്നെ പോലെ ആയാൽ മതി.
അതാണ് വിശുദ്ധീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൈനലായിട്ട് നമുക്ക് പറയാവുന്ന ഒരു അടയാളം. അതാണ് നമ്മുടെ മരണം വരെയും പിന്തുടരുന്ന ദൈവത്തിൻ്റെ വിശുദ്ധീകരണം.